കേരളത്തിൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വരാം. സംസ്ഥാനത്ത് BJPയുടെ വളർച്ച അതാണ് സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് മാത്രമാണ് നേടിയതെങ്കിലും BJP മുന്നണിക്ക് കേരളത്തിൽ 3.7% വോട്ട് കൂടി 19% അടിത്തറ വിപുലമായി. 18 സീറ്റ് നേടിയ UDFനാകട്ടെ 2.18% വോട്ട് കുറഞ്ഞു. ഒരു സീറ്റിലൊതുങ്ങിയ LDFന് 2% വോട്ട് പോയി. ലോക്സഭാ വോട്ട് നില പ്രകാരം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തി. 8 രണ്ടാം സ്ഥാനവും നേടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് BJP പിടിച്ചാൽ തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ G. ഗോപകുമാറിൻ്റെതാണ് ഈ വിലയിരുത്തൽ. ബ്രാഹ്മണരുടെ പാർട്ടി എന്ന നിലയിൽ നിന്നും BJP കേരളത്തിൽ കീഴാള ഹിന്ദുത്വ പാർട്ടി എന്ന നിലയിൽ അടിത്തറ വിപുലമാക്കി വരുന്നു. അതിനുദാഹരണമാണ് ആലപ്പുഴ. പാലസ്തീനും ഹമാസും പൗരത്വ പ്രശ്നവും ഉയർത്തിയതിനാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടതിനെ സംസ്ഥാന തലത്തിൽ കൈവിട്ടു. G. സുധാകരനെ ഒതുക്കിയ ആലപ്പുഴയിൽ CPMന്റെ അടിത്തറ ചോർന്നു. കേരളത്തിൽ ഇരുമുന്നണി രാഷ്ട്രീയം അവസാനിച്ചെന്നും ഗോപകുമാർ പറഞ്ഞു. 4 മക്കളുള്ള സുരേഷ് ഗോപി വരുമാനം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ദാനം നൽകി കൂടുതൽ സ്വീകാര്യനായി. ഇന്ത്യക്ക് ഏകാധിപത്യമല്ല ജനാധിപത്യമാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ BJPക്ക് ശക്തമായ താക്കീത് നൽകിയാണ് ജനം വീണ്ടും അധികാരത്തിലെത്തിച്ചത്. മതപുരോഹിതന്റെ വേഷം കെട്ടി നടന്ന പ്രധാനമന്ത്രി വോട്ടെടുപ്പിൽ വീണു. തിരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടാകെ RSS വിട്ടുനിന്നത് BJPക്ക് തിരിച്ചടിയായെങ്കിൽ കേരളത്തിൽ അവർ മാറി നിന്നത് ഗുണം ചെയ്തെന്നും ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുന്ന കൂടിക്കാഴ്ചയിലേക്ക്. ഡോക്ടർ G. ഗോപകുമാർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി വളരെ കൃത്യമായ ഒരു പ്രവചനം നടത്തിയിരുന്നു. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമായിരുന്നു. ഇത്ര കൃത്യതയോടെ എങ്ങനെ പ്രവചിക്കാനായി? അതിന് കാരണം ഡോക്ടർ G. ഗോപകുമാർ ഏതെങ്കിലും സർവേ നടത്തുകയോ മറ്റേതെങ്കിലും സർവേയുടെ ഭാഗമാകുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൃത്യമായിട്ട് പറയാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? അടിസ്ഥാനപരമായി ഞാനൊരു രാഷ്ട്രതന്ത്ര വിദ്യാർത്ഥിയും അധ്യാപകനുമാണ്. നീണ്ടകാലം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും സസൂക്ഷ്മം പഠിച്ചിരുന്നു എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയം ഞങ്ങൾക്കൊരു പഠന വിഷയമായിരുന്നു. നീണ്ടകാലം കാര്യവട്ടത്ത് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്രം, രാഷ്ട്രീയം, സംഭവ വികാസങ്ങൾ, സമൂഹം, പാർട്ടി സമ്പ്രദായം. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ശക്തമായൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ചരിത്രമായ പശ്ചാത്തലം നന്നായിട്ട് അറിയാം. ബാക്കി ദൈനംദിന കാര്യങ്ങൾക്ക് മാധ്യമത്തിൽ നിന്ന് കിട്ടുന്ന സോഴ്സസ് ഉണ്ട്, പൊതുമണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന സോഴ്സസ് ഉണ്ട്. പിന്നെ എനിക്ക് തന്നെ രാജ്യത്ത് എല്ലായിടത്തും അധ്യാപകരും ഗവേഷകരും സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ അവരുമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ ഫോൺ ബില്ല് വല്ലാണ്ടങ്ങ് ഉയർന്നിട്ടുണ്ടാകും. കാരണം ഞാൻ അത്രത്തോളം അക്രോസ് ദ കൺട്രി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അവർ പറയുന്നത് ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുകയും വിവിധ തരത്തിൽ നിന്നുള്ള സോഴ്സസ് വരുമ്പോൾ ഇത് മാധ്യമങ്ങളുടേതാണെങ്കിലും നറേറ്റീവ്സ് ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുന്ന കാര്യമാണെങ്കിലും അതല്ല നമ്മൾ തന്നെ സാധാരണക്കാരനായ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ കിട്ടുന്ന ആശയങ്ങളുടെ ഒരു കണ്ടൻറ് അനാലിസിസ് എടുക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്. ഞാൻ അത് ആർജിച്ച ഒരു കാര്യമാണ്. മുമ്പ് പത്രങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്നൊരു കണ്ടൻറ് അനാലിസിസ് വരും. ഇപ്പോൾ അത് പോരാ, അതിനപ്പുറം പൊതുമണ്ഡലത്തിൽ നിന്നും പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ മാധ്യമരംഗത്ത് കിട്ടുന്ന ആശയങ്ങൾ. പിന്നെ എൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അപ്പോൾ നിരന്തരം കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒരർത്ഥത്തിൽ അന്തർദേശീയ രാഷ്ട്രീയവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊന്ന്, നമ്മൾ നമ്മുടെ ബയാസ് ഫൈറ്റ് ചെയ്യണം. ഇതിലേറ്റവും പ്രധാനം അതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്, പത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. നമ്മൾക്കെല്ലാവർക്കും പക്ഷപാതമുണ്ട്, നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ടെന്നും പറയാം. കക്ഷി രാഷ്ട്രീയം ആവണമെന്നില്ല, എല്ലാവർക്കും രാഷ്ട്രീയം. ഞാൻ അരാഷ്ട്രീയം എന്നൊന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളില്ല. സർവ്വതും രാഷ്ട്രീയമാണ്. ആ സർവ്വതും രാഷ്ട്രീയമാകുമ്പോൾ ആ രാഷ്ട്രീയമെല്ലാം കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയത്തിനപ്പുറമുള്ള പലതരത്തിൽ നമുക്ക് രാഷ്ട്രീയത്തെ മാനുഷിക വശം മുതൽ അധികാരവശം വരെ വലിയ വ്യാപ്തിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളിലുള്ള സ്വാഭാവിക ബയാസിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. നിരന്തരം നമ്മളുടെ പക്ഷപാതത്തെ യുദ്ധം ചെയ്യുക, അതിനെതിരെ യുദ്ധം ചെയ്യുക. എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണ് എന്ന് പറഞ്ഞാലോ അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്താണ് ഡേറ്റ തരുന്നത്, നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണ്? അപ്പോൾ ചുരുക്കത്തിൽ ഈ വരുന്ന ഇൻഫർമേഷനും സോഴ്സസും മറുവശത്ത് നമ്മുടെ ബയാസും, ഈ ബയാസിനെ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒബ്ജക്റ്റിവിറ്റി വരും. ഞാൻ മെത്തഡോളജി ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പറയുന്നൊരു കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ട് സോഷ്യൽ സയൻസിൽ ഒബ്ജക്റ്റിവിറ്റിയാണ്. പക്ഷേ ഒബ്ജക്റ്റിവിറ്റിക്ക് വേണ്ടിയുള്ള നിരന്തര സംഘട്ടനം നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും തയ്യാറാവണം. അത് ഞാനിപ്പോഴും ചെയ്യുന്നു.
ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കലാവധി ഓൺലൈനിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേരളത്തിലെ 17 സീറ്റ് UDF ന്റെ ഒരു തരംഗം തന്നെ എന്നാണ്. അതുപോലെ തന്നെ ഈ BJP ജയിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരായിരിക്കും എന്ന് ഉറപ്പിച്ചു. അതിനെക്കാട്ടി അത്ഭുതപ്പെടുത്തിയ കാര്യം ആറ്റിങ്ങലിൽ V മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താകുമെന്നായിരുന്നു. അതും കൃത്യമായി തിരുവനന്തപുരം തരൂർ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഇന്റർവ്യൂ ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരാൾ തോക്കുമെന്ന് പറഞ്ഞതല്ല, സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത്ര കൃത്യതയിലേക്ക് എത്താൻ പറ്റുന്നത്? അല്ല, അത് ഞങ്ങൾ പണ്ട് സർവേ നടത്തുമ്പോൾ ഈ മണ്ഡലങ്ങളുടെ ഒരു പശ്ചാത്തലം നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ വസിക്കുന്ന ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് അറിയാം. ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ പോലെ നമ്മുടെ ആൾക്കാർ കണ്ടമാനം മാറുന്നില്ല. പോപ്പുലേഷൻ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. കുറച്ച് അടുത്ത തലമുറ വരുന്നു, കുറച്ച് പേര് മരിച്ചു പോകുന്നു, കാര്യങ്ങളൊക്കെ ശരി. ഒരു മൈക്രോ ഇലക്ട്രൽ റോളിൽ തന്നെ കാലക്രമേണ അത് പുതുക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മൗലികമായ മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ മേഖലയിലുള്ള ആൾക്കാരെ അവരുടെ നേച്ചർ, അവരുടെ സ്വഭാവം, അവരുടെ രാഷ്ട്രീയം, പിന്നെ അതോടൊപ്പം കാലികമായ പ്രശ്നങ്ങൾ, ഈ കാലികമായ പ്രശ്നങ്ങൾ എന്ന് ആലത്തൂരിൻ്റെ കാര്യം ഞാൻ മുൻകൂട്ടി കണ്ട കാര്യം. കാരണം ഒന്ന്, ചരിത്രപരമായ ആലത്തൂരിന് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ജയിച്ചതിൻ്റെ പശ്ചാത്തലം, അത് അന്ന് പറയും പാട്ടുംപാടി ജയിക്കുന്നു. പക്ഷേ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി അന്ന് അതുപോലെ ഒരു അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥി അല്ല രമ്യ ഹരിദാസ്. കുറച്ച് ആക്ഷേപങ്ങൾക്ക് വിധേയമായി, പെർഫോമൻസ് പോരെയായിരുന്നു എന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായമുണ്ടായി. മറ്റു ചില ആക്ഷേപങ്ങൾ വന്നു. മറുവശത്ത് നിൽക്കുന്നത് ആരാണ്? ഏറ്റവും ഇടതുപക്ഷത്തിന് കൊണ്ടുവരാവുന്ന ഏറ്റവും സമ്മതനായൊരു സ്ഥാനാർത്ഥി. അപ്പോൾ ആ സ്ഥാനാർത്ഥി സൗമ്യനാണ്, രമ്യ ഹരിദാസിനെ പോലെ എല്ലാവർക്കും സ്വീകാര്യനാണ്. അതാണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ആ സാഹചര്യം വന്നതും. അപ്പോൾ ഈ നെഗറ്റീവ് ഫാക്ടർ, ആൻറ്റി ഇൻകംബൻസി വരുന്നത് രമ്യയ്ക്കാണ്, രാധാകൃഷ്ണനല്ല. അപ്പോൾ ഈ മാനേജ്മെൻറ്റാണ് അവിടെ വന്നത്. തിരുവനന്തപുരം കാര്യം നമുക്കറിയാം, എത്രയോ കാലമായി നമ്മൾ തിരുവനന്തപുരത്ത് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. 7 മണ്ഡലങ്ങളുടെയും സ്വഭാവം അറിയാം. പ്രത്യേകിച്ച് 2009 ശേഷം തിരുവനന്തപുരത്തെ 7 മണ്ഡലത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ടറിയാം. പ്രത്യേകിച്ച് അതിനടുത്ത് കോസ്റ്റൽ ഏരിയ, പാറശാല, നെയ്യാറ്റിൻകര, കോവളം, അതിൻ്റെ രാഷ്ട്രീയ വശവും നമുക്കറിയാം. ഇതിലെന്ത് മാറ്റം കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു? അത് എത്ര പരിമിതമാണ്. അപ്പോൾ ചുരുക്കത്തിൽ തരൂരിന് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ അത് എത്ര ശക്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതോടൊപ്പം അവിടുത്തെ ബിഷപ്പ് പോലും പൊതുവിൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് ഡിക്ലെയർ ചെയ്തു, NDA ഭരണം അവസാനിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ കമ്മ്യൂണിറ്റിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ചുരുക്കത്തിൽ OBC പിന്നോക്കാവസ്ഥ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും അതോടൊപ്പം മുസ്ലിം സമുദായത്തിന് എന്തായാലും ആൻറ്റി മോദി ഫാക്ടറുണ്ട്. ഈ 2 ഫാക്ടേഴ്സ് വരുമ്പോൾ ഇനി മറുവശത്തിന് എത്ര നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും അത് മറിച്ചിടാൻ പാടാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ കോസ്റ്റൽ ഏരിയ ഇപ്പോഴും അതുപോലെ തന്നെ കാണിച്ചു. തിരുവനന്തപുരത്ത് കോസ്റ്റൽ ഏരിയ ഉള്ള മേഖലയിലും രാജു എൻസർ പിറകോട്ട് പോയി എന്നുള്ളതും, അതുകൊണ്ട് ആ മണ്ഡലത്തിലും അദ്ദേഹത്തിന് പിന്നോട്ടടിച്ചു. ഒരുപക്ഷെ രാജു എൻസർ കുറച്ചുകൂടി നേരത്തെ വന്ന് ക്യാൻവാസ് ചെയ്ത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടി ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ഥിതി മാറുമായിരുന്നു. ഇത് അവസാന നിമിഷം വന്നു, കഷ്ടിച്ച് 1 മാസം 1.5 മാസമേ കിട്ടിയുള്ളൂ. അതിനിടയ്ക്ക് ഇത്രത്തോളം സാങ്കേതിക വിദ്യ കൊണ്ട് അദ്ദേഹത്തിന് എല്ലായിടവും എത്താൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറം അവിടെ ഒരു ജൈവബന്ധം. ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ചോളം തരൂർ ഇപ്പോൾ ഈ നാട്ടുകാരനായി മാറിയല്ലോ. തരൂർ എന്ന് പറയുന്ന അന്തർദേശീയ വ്യക്തി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തെ സേവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ മണ്ഡലത്തിൽ സുപരിതനാണ്. അത്രത്തോളം ഒരു ഫെമിലിയാരിറ്റി രാജചന്ദ്രനില്ല. BJPയുടെ ശക്തമായ അടിത്തറ അത് നമ്മൾ അംഗീകരിച്ചു. അതോടൊപ്പം CPI സ്ഥാനാർത്ഥിയുടെ ദുർബലത, ഇതും എൻ്റെ കണക്കൂട്ടലിലുണ്ട്. ഞാൻ ചില CPI ആൾക്കാർ നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ തിരുവനന്തപുരം പിടിച്ചു നിൽക്കുന്നത്? പണ്ടെങ്ങാണ്ട് MN ജയിച്ചു, KV സുരേന്ദ്രനാഥ് ജയിച്ചു, PKV ജയിച്ചു, PKVയുടെ ബാക്കി ശേഷം പന്ന്യൻ ജയിച്ചു, അതൊക്കെ പോയി. മാത്രമല്ല നെടുമങ്ങാട് മണ്ഡലത്തിലൊഴികെ CPIക്ക് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ശക്തിയുള്ളത്? ഒരു പരിധിവരെ വാമനപുരത്ത് കാണാം, അതിനപ്പുറം ഒരിടവും ഇല്ല. പക്ഷേ തൃശ്ശൂരിൽ CPI സ്ട്രോങ് ആണ്, മാവേലിക്കര സ്ട്രോങ് ആണ്, കൊല്ലം സ്ട്രോങ് ആണ്. വാസ്തവത്തിൽ ഇത് വിട്ടിട്ട് അവർ കൊല്ലത്തോട്ട് പോയെങ്കിൽ ഇവിടെ CPM സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഈ കളിയൊക്കെ മാറും. അപ്പോൾ ഇവർ തന്നെ LDFിനകത്തുള്ളൊരു കുഴപ്പമാണ് സ്ഥാനാർത്ഥിത്വത്തിന്. ഇത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പന്ന്യൻ രവീന്ദ്രനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥി, കുറച്ച് മുൻകാലത്തെ നേതാവാണ്, ഔട്ട്സ്റ്റാൻഡിങ് ക്യാരക്ടറാണ്, ഇതൊക്കെ ശരിയാണ്.
പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അപ്പീൽ ചെയ്യാൻ കാലത്തിനനുസരിച്ച് പറ്റത്തില്ല. ഞാനിത് പ്രതീക്ഷിച്ചാണ്. എനിക്ക് ഒരു സർപ്രൈസും ഇല്ല പന്നിൻ്റെ കാര്യത്തിൽ, ഒരു സർപ്രൈസും ഇല്ല, രാജീഷിൻ്റെ കാര്യത്തിലും ഇല്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇത് അറിയാമായിരുന്നു. പിന്നെ ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ലൊരു ത്രികോണ മത്സരമാണെന്നുള്ളത് ആദ്യമേ ഫീൽ ചെയ്തു. ആ ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലം വരാൻ കാരണം കുറച്ചു കാലമായി കഴക്കൂട്ടം ആറ്റിങ്ങൽ ആ ഏരിയയിൽ മുരളീധരൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജോയ് CPMൻ്റെ വളരെ സുസമ്മതനായ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് 3ആയി വിഭജിക്കുമ്പോൾ നായർ സമുദായത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രധാനമാണ്. അത് കൂടുതലും മുരളീധരനാണ് കിട്ടിയത്. ആ ഫാക്ടർ ഞാൻ കൗണ്ട് ചെയ്തു. അതും കൂടി എടുത്തപ്പോഴാണ് ഇദ്ദേഹം ഇത്ര അടുത്ത് വരും, 3ാം സ്ഥാനത്താവും, പക്ഷേ അടുത്ത് വരും എന്നുള്ള തോന്നൽ എനിക്ക് വന്നു. അതുപോലെ തന്നെ വന്നു. കാരണം 3ാം സ്ഥാനത്തായിരുന്നേ ഉള്ളൂ. മുരളീധരൻ വളരെ ക്ലോസ് ടു സെക്കൻഡ് ആൻഡ് ഫസ്റ്റ്. അദ്ദേഹത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ തന്നെ അടുത്ത് നിന്ന ഒരു 1.5% വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിലാണ് മുരളീധരന് തോൽവി ഉണ്ടായത്. അപ്പോൾ ഇത് മണ്ഡലവുമായിട്ടുള്ള പരിചയം പിന്നെ ഞാൻ മുമ്പൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ പെട്ടെന്ന് ഇപ്പോഴും പറ്റും. പഴയ കാലത്ത് ഞാൻ അങ്ങനെയല്ല, യാത്ര മണ്ഡലത്തിൽ തന്നെ വോളണ്ടിയറായിട്ട് കുറച്ച് യാത്രയൊക്കെ ചെയ്ത് പബ്ലിക് പറയുന്നത് കേൾക്കും. അപ്പോൾ ഈ മെതറോളജി ചോദിച്ചുകൊണ്ട് പറയാം, പലപ്പോഴും നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന മുറുക്കാൻകടയുടെ അടുത്തോ ബസ്സിലിരുന്നോ, ബസ്സിലൊക്കെ വേണം പോകാൻ, ട്രെയിനിലിരുന്നോ, ആൾക്കാർ പറയുന്ന കാര്യം സാഹൂതം ശ്രദ്ധിക്കണം. നമ്മൾ അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാതെ മറ്റൊരാൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിൽ അത് നമ്മൾ സൗമ്യമായിട്ട് കേട്ട് അതിൽ തന്നെ ഈ പബ്ലിക് ഒപ്പീനിയൻ്റെ എവല്യൂഷൻ കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ആലത്തൂറും പിന്നെ തൃശ്ശൂർ ഞാൻ പറഞ്ഞില്ല, ഈ ഫാക്ടർ എനിക്ക് തൃശ്ശൂരിലെ മാറ്റം, ഞാൻ തൃശ്ശൂരിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ തൃശ്ശൂരിലെ വിജയം, BJPയുടെ വിജയം ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യം ഇപ്പൊ തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം തൃശ്ശൂരിലെ അവർ ഒരു സീറ്റിൽ ജയിച്ചു എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും BJPക്ക് വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. സംശയമൊന്നുമില്ല. BJPയുടെ വളർച്ച തൃശ്ശൂർ കൊണ്ടല്ല, തൃശ്ശൂരിന് മുമ്പേ BJPക്ക് വളർച്ചയുണ്ട്. ശരിക്കും BJP 91 ശേഷമാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്. ഞാൻ BJPയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. 82 അസംബ്ലി ഇലക്ഷനിൽ 2% കിട്ടിയ BJPയെ തൊട്ട് എനിക്കറിയാം. താങ്കൾക്ക് ഓർമ്മ കാണും, 84 കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് 1,17,000 വോട്ട് പിടിച്ചപ്പോൾ അന്ന് തൊട്ടുള്ള ആ മാറ്റം, അത് എങ്ങനെ വളരുന്നു എന്നുള്ളതും, മാരാറ് 900 വോട്ടിന് 87 കാസർഗോഡ് മഞ്ചേശ്വരത്ത് തോറ്റതും, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഓരോ ഫാക്ടേഴ്സ് BJP ആ നോർത്തും സൗത്തിലും 2-3 കോൺസ്റ്റിറ്റ്യുവൻസിയിലായിട്ട് വളർന്ന സാഹചര്യം. പക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ സമീപകാലത്ത് BJPയുടെ വളർച്ച ഏറ്റവും ശക്തമായത് മുരളീധരൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. മുരളീധരൻ നല്ലൊരു സംഘാടകനാണ്. പിന്നെ അത് എങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടുവരണം എന്നുള്ളത് അറിയാം. അതിലൊരു പ്രത്യേക ബ്രേക്ക് ത്രൂ അദ്ദേഹം കൊണ്ടുവന്നത് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സൗഹൃദം, അത് കൂടുതൽ ശക്തിപ്പെട്ട SNDP യോഗത്തിൻ്റെ പിന്തുണ 2016 ശേഷം BJPക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം വലിയ പരിധിയിൽ ഈഴവ സമുദായം ഒഴുകിയില്ലെങ്കിലും, കാരണം നമുക്കറിയാം CPMൻ്റെ 65% വോട്ട് ഷെയർ വരുന്ന ഈഴവ സമുദായത്തിൽ നിന്നാണ്. പക്ഷേ അവിടെ തന്നെ പിടിച്ചു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നല്ല, ഈഴവ സമുദായം കൂടുതൽ ലെഫ്റ്റായിട്ടുള്ള ആൾക്കാരിൽ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് BJP ശരിക്കും വളർന്നു കഴിഞ്ഞു. ആ സമയത്തെ വളർന്നു. ഇറ്റ് ഹാസ് ബിക്കം എ ഫോഴ്സ് ടു റെക്കൺ വിത്ത്. പക്ഷേ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ LDF BJPയുടെ വിജയം തടുക്കും, UDF BJPയുടെ വിജയം തടുക്കും. അതാണ് പണ്ട് മഞ്ചേശ്വരത്ത് നടന്നത്, മുമ്പ് തിരുവനന്തപുരത്ത് നടന്നത്. പിന്നീട് രാജഗോപാലിനെ തോൽപ്പിക്കാൻ നേമത്തേക്ക് ഓടി വന്ന മുരളീധരൻ. അപ്പോൾ നമുക്കറിയാം ഈ സ്ഥാനാർത്ഥികൾ വോട്ട് ട്രാൻസ്ഫർ CPM ഇടത് വലത്ത് BJPക്ക് അല്ല കോൺഗ്രസിന് കൊടുക്കും, കോൺഗ്രസ് തിരിച്ചു. ശ്രീധരനെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പലിനെ CPM 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പക്ഷേ ഇത്തവണ വോട്ട് ട്രാൻസ്ഫർ ഉണ്ടായില്ല. എനിക്ക് ഏറ്റവും താല്പര്യം തൃശ്ശൂരിൽ വരാൻ കാരണം സുനിൽ കുമാർ ഒരിക്കലും CPM വരത്തില്ല. അതോടൊപ്പം മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഒരു ജയൻ കില്ലർ അല്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. കാരണം അദ്ദേഹം എത്രയോ പ്രാവശ്യം പലയിടത്തും തോറ്റു. തൃശ്ശൂർ തന്നെ തോറ്റു, വടക്കാഞ്ചേരി തോറ്റു, നടന്നില്ല. ഈ 3 പേരും തമ്മിൽ വരുമ്പോൾ വോട്ട് കച്ചവടം ഇല്ല, വോട്ട് ട്രാൻസ്ഫർ ഇല്ല. അതേസമയം 28% വോട്ട് പോൾ ചെയ്ത സുരേഷ് ഗോപി 19, അതിനുശേഷം രാജ്യസഭയിൽ 6 വർഷത്തെ സേവനം, 15 മുതൽ 21 വരെ അദ്ദേഹം പ്രവർത്തിച്ചത്, അതോടൊപ്പം തന്നെ അസംബ്ലിയിൽ നിന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് വർദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ബിഡൊക്കെ ആണെന്ന് ചിലപ്പോൾ തോന്നും. ചില തിയേറ്ററിക്കൽ ജസ്റ്റേഴ്സൊക്കെ കാണും. മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കാർക്കും ട്രോൾ ചെയ്യാൻ ഒരുപാട് വകുപ്പ് അദ്ദേഹം കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിലൊരു വലിയൊരു മനുഷ്യ മനസ്സുണ്ട്. അദ്ദേഹം സാധാരണ സിനിമാ താരങ്ങളെല്ലാം വീട്ടിലേക്ക് കാശ് കൊണ്ടുപോകണം, കോടിക്കണക്കിന് രൂപ. പക്ഷേ ഇദ്ദേഹം കിട്ടുന്ന സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക്, 4 മക്കളുള്ളൊരു കുടുംബമാണെന്ന് നോക്കണം, എന്നിട്ട് പോലും നല്ലൊരു പങ്ക് പാവങ്ങൾക്ക് അദ്ദേഹം കൊടുത്തു. ആ കൊടുത്തത് കേരളം ഒട്ടുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞും അല്ലാതെയും. ഇപ്പോൾ അദ്ദേഹത്തിന് കാസർഗോഡ് കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? എൻഡോസൾഫാൻ
അപ്പോൾ ചുരുക്കത്തിൽ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം, ഒരു ഫിലന്ത്രോഫിസ്. അതിൽ അദ്ദേഹത്തിനുണ്ടായ പേര് തൃശ്ശൂരിലെ ആൾക്കാർ മനസ്സിലാക്കി. ഇതിനപ്പുറം അദ്ദേഹത്തിന് ഒരു പ്ലൂറലിസ്റ്റിക് സപ്പോർട്ട് BJPയുടെ ഹിന്ദു ബേസ് മാത്രം കൊണ്ടല്ല, ക്രൈസ്തവ ഭാഗത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അത് നല്ല ഗംഭീരമായിട്ട് ഇറങ്ങിച്ചെന്നു. പ്രത്യേകിച്ച് 21% ക്രിസ്ത്യൻസ് ഉള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ഗ്രൂപ്പുകളുടെ ആത്മാർത്ഥ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ടാണ് വിജയിച്ചപ്പോൾ പറഞ്ഞത്, മാതാവിനും കൂടി നന്ദി പറയുന്നു, അറിയുന്ന എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് മാതാവിനും നന്ദി. അപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്ത്യൻ സപ്പോർട്ട് അദ്ദേഹത്തിന് സബ്സ്റ്റാൻഷ്യലായിട്ട് കിട്ടി. ക്രൈസ്തവ വിഭാഗക്കാരായ ജനങ്ങൾക്കും ബിഷപ്പുമാർക്കും എല്ലാം അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളാണ്, ആക്സസിബിളാണെന്ന് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതിനൊരു ഘടകമായി. ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഭൂരിപക്ഷം 74,000-ന് മുകളിൽ പോയത്. അപ്പോൾ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു പരീക്ഷണം BJP ഇനിയും ചെയ്താൽ അവർക്ക് സാധ്യത കൂടും. ഈ ഇലക്ഷനിൽ 15% നിന്ന് 4% വർധനവ് നിസ്സാരമല്ല BJP നേടിയത്. അപ്പോൾ 1-2 ചെറിയ മണ്ഡലത്തിൽ മാത്രമേ പോളിംഗ് കേരളത്തിൽ പുറകോട്ട് പോയുള്ളൂ. പക്ഷേ ബാക്കി 8 മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് ശതമാനം ഗണ്യമായി കൂടി. അതിൽ തന്നെ 3 ലക്ഷം കവിഞ്ഞ 4 സ്ഥാനാർത്ഥികളുണ്ട്. അത് നിസ്സാരമല്ല. ഇപ്പോൾ BJP ഇപ്പോഴാണ് ശരിക്കും ഒരു ഇലക്ട്രൽ ഫോഴ്സ് ആയത്. 33 ലക്ഷം വോട്ടുകൾ BJPക്ക് വീണിരിക്കും. അപ്പോൾ ഇനി ഇടതും വലുതും എന്നുള്ളതല്ല, BJPയുടേതായ ഒരു പാത ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ചില വിമർശകർക്ക് അരാഷ്ട്രീയം എന്ന് പറയാം. കാരണം ഒരുപാട് ചെറുപ്പക്കാർ രാഷ്ട്രീയം നോക്കാതെ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ വോട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 18 സീറ്റ് UDF നേടുകയും ഓരോ സീറ്റ് വീതം മറ്റു മുന്നണികൾക്ക് പോയി. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് NDAക്കാണ്. ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ LDFന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1.81% കുറവാണ് അവർക്ക്. കഴിഞ്ഞ തവണത്തെ 35% കിട്ടിയതിൽ നിന്ന് 33ആയി. UDFന് 2.18% വോട്ടാണ് കുറഞ്ഞത്. 18 സീറ്റ് കിട്ടിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. അവർക്ക് 47 നിന്ന് 45%. അത് ഒരു സീറ്റ് കിട്ടിയ NDAക്ക് 3.71% കൂടി 15-ൽ നിന്ന് 19-ലേക്ക് എത്തി. അപ്പൊ ഈ കേരളത്തിലെ ഒരു സ്വഭാവം, BJPക്ക് വോട്ട് ഷെയർ കൂടുകയും ചെയ്തു, എന്നാൽ കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടതുമില്ല. ഒരേ സമയം രണ്ട് കാര്യങ്ങള് വോട്ടർമാർ ചെയ്തിരിക്കുന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആ ഒരു മനഃശാസ്ത്രം? അതെ, ഇത് വളരെ വ്യക്തമാണ്. ഞാനിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. കാരണം കേരളത്തിൽ ഒരു ശക്തമായ ആൻറ്റി മോദി ഫാക്ടറുണ്ട്. അപ്പോൾ മോദിക്കെതിരെയുള്ള വികാരം, കേന്ദ്രത്തിൽ മോദി ഭരണം വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു വലിയൊരു വിഭാഗം ആൾക്കാർ, അവർക്ക് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഫാക്ടറില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു തരംഗമാണെന്ന് ഞാൻ കലാമതിക്ക് മുമ്പും പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ഈ ഫാക്ടേഴ്സ് ഒഴുകിയെത്തുന്നത് UDFിലേക്കാണ്. അപ്പോൾ LDFന് റിലവൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ തഴഞ്ഞിട്ടില്ല. അതേസമയം കോൺഗ്രസ്സിലെ വോട്ട് ഉൾപ്പെടെ ഇടതുപക്ഷത്തിലുള്ള വോട്ട് ഉൾപ്പെടെ ഒരു ഭാഗം BJP ചെയ്തു. കാരണം ഈ പരമ്പരാഗതമായി 2 മുന്നണികളേക്കാൾ മൂന്നാമതൊരു മുന്നണിയെ പരീക്ഷിക്കണം. അപ്പോൾ മോദി വിരുദ്ധത പറയുമ്പോൾ മോദിക്ക് സിമ്പതിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ സിമ്പതി ഫാക്ടർ, അതോടൊപ്പം ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് ആവശ്യമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേന്ദ്രം നന്നായിരിക്കണം. രാജ്യത്തിലെ സാമ്പത്തിക വളർച്ച വേണം, ഭദ്രത വേണം, ദേശീയ സുരക്ഷ വേണം, അന്തർദേശീയ ബന്ധങ്ങൾ ശക്തമാകണം. ആർക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ മറുവശത്ത് ചിന്തിച്ചു നോക്കിയേ, അവിടെ ശക്തമായൊരു മുന്നണിയില്ല. ഇപ്പോഴല്ലേ കുറച്ചുകൂടി കൺസോളിഡേറ്റഡ് ഇന്ത്യ മുന്നണി, ഇപ്പോഴാണ് കൺസോളിഡേറ്റഡ്. ഒരു പൊതു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഉയർത്തിയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ BJPക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഗുണം വരാൻ കാരണം അതാണ്. മാത്രമല്ല നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. 2 എക്സ്ട്രീംസാണ്. ഇതിനിടയ്ക്ക് റിലവൻസ് ഇല്ലാതായി പോയത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPMന്റെ വോട്ടിലുണ്ടായ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി തന്നെ ആ ചോർച്ചയെ കുറിച്ച് പറഞ്ഞു. കായംകുളത്ത് CPM LDF 3-ാം സ്ഥാനത്തായി. കായംകുളം മണ്ഡലത്തിൽ തന്നെ 4 പഞ്ചായത്തുകളിൽ NDA 1-ാമത് വരികയും ചെയ്തു. ഇത് എങ്ങനെയാണ് ഡോക്ടർ G. ഗോപകുമാർ വിലയിരുത്തുന്നത്? കാരണം കഴിഞ്ഞ 1-ാം പിണറായി സർക്കാർ അധികാരം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഒഴിവാക്കുന്നുണ്ടായിരുന്നു. G. സുധാകരനെയും തോമസ് ഐസക്കിനെയും. തോമസ് ഐസക് ഇത്തവണ സ്ഥാനാർത്ഥിയായെങ്കിലും അദ്ദേഹം വിജയിച്ചു. അപ്പൊ ഈ ഇങ്ങനെ ഒരു വെട്ടിനിരത്തൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ, പ്രധാനപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച പിന്നീട് ആഘാതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അപാകതകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപാകതകളുണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴും ശക്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അങ്ങനെയുള്ള ഒരു വലിയൊരു വിഭാഗം ആൾക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കുറവില്ലാതിരുന്നിട്ട് എന്തിനാണ് ഇടതുപക്ഷം ഈ 60 വയസ്സിന് മുകളിലുള്ളവർ ഇത്രയും നിർത്തിയത്?
മിക്ക ആൾക്കാരും 90% ആൾക്കാർക്കും 60% മുകളിലുള്ള. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരെ നിർത്തിയാൽ തന്നെ അതിനകത്ത് ഒരു സെറ്റ് ബാക്ക് കിട്ടി. അപ്പോൾ യൂത്തിനും വിമണിനും അതുപോലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിൻ്റെ ഒരു അപാകതയുണ്ടായി. ഗ്രൂപ്പ് വഴക്കുകളുണ്ട്, അത് കായംകുളത്തും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലവും അതിനോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കേന്ദ്രത്തിൽ ലെഫ്റ്റിന് റോളൊന്നും ഇല്ല എന്നുള്ള തോന്നലും ആ സപ്പോർട്ട് കോൺഗ്രസിന് കൊടുത്ത ഗുണം ചെയ്യും. ആ വോട്ട് ട്രാൻസ്ഫർ ഇത്തവണ പോരെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ അവർ വന്നു. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ മാത്രമല്ല CPM ഭരണവിരുദ്ധ വികാരം ഒത്തിരി ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തിൽ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റ് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്, UDF വോട്ട് പോയിട്ടുണ്ട്, ലെഫ്റ്റിൻ്റെ വോട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട്. കാരണം അതൊന്നുമില്ലെങ്കിൽ UDF മോദിയെ ചെറുക്കുന്ന പാർട്ടിയാണല്ലോ എന്നുള്ള നിലയിലും ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായതും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാക്കി. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കഴിഞ്ഞ തവണ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് തീർച്ചയായിട്ടും അത് അവരെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല, തീർച്ചയായിട്ടും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ച് G. സുധാകരൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം PWD മിനിസ്റ്ററായിട്ട് ഒരു ആക്ഷേപവും ഉണ്ടാകാത്ത നന്നായിട്ട് പ്രവർത്തിച്ചൊരു മിനിസ്റ്ററാണ്. പക്ഷേ അദ്ദേഹത്തിന് എതിരെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെ ചോദ്യം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ താഴോട്ട് സ്ഥാനക്കയറ്റം നഷ്ടപ്പെടുത്തി, അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്നു. ചുരുക്കത്തിൽ ആലപ്പുഴ ജില്ലയിൽ CPM വല്ലാതെ വൾണറബിളായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ പഴയ ശക്തിയൊന്നുമില്ല, അത് വളരെ വ്യക്തമാണ്. സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയത്. പിന്നെ തീർച്ചയായിട്ടും തോമസ് ഐസക്കിന് ആ മേഖലയിൽ വേണം സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടിയിരുന്നു. പത്തനംതിട്ട അല്ലായിരുന്നു തോമസ് ഐസക്ക് വരേണ്ടിയിരുന്നത്. അപ്പോൾ പിന്നെ ശൈലജയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ നിർത്തേണ്ടിയിരുന്ന സ്ഥലം എവിടെയായിരുന്നു? കണ്ണൂരല്ലായിരുന്നു. KK ശൈലജ നിൽക്കേണ്ടത് കണ്ണൂരാണ്, വടകരയല്ല. കാരണം വടകര നമുക്കറിയാം അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന ഒരു കൺസോളിഡേഷനുണ്ട്. ആ കൺസോളിഡേഷൻ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ കൺസോളിഡേഷനിൽ എനിക്ക് യാതൊരു സംശയമില്ല, മുരളീധരനാണെങ്കിലും പുഷ്പം പോലെ ജയിക്കും വടകര, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ ഷാഫി പറമ്പിൽ വന്നപ്പോൾ സ്ഥിതി കുറച്ചുകൂടി വ്യക്തമായി. അപ്പോൾ അതുകൊണ്ട് ശൈലജ ടീച്ചറിനെ നിർത്തേണ്ടിയിരുന്നത് കണ്ണൂരായിരുന്നു, മത്സരം കുറച്ചുകൂടി ശക്തിപ്പെടുവാൻ. മാത്രമല്ല MLA ആയിരുന്ന ഇത്ര ജനകീയമായ ഒരാൾ എന്തിനാണ് പാർലമെൻറ്റിലേക്ക് പറഞ്ഞേക്കുന്നത്? ഈ ചോദ്യം രാധാകൃഷ്ണൻ്റെ കാര്യത്തിലും വരും. ചുരുക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രശ്നങ്ങളുണ്ട്. നല്ല സ്ഥാനാർത്ഥി, അതായത് ഇടതുപക്ഷം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഭരണവിരുദ്ധ വികാരം, സെൻട്രലിൽ ഒരു ഫോഴ്സല്ല, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത്, അവരുടെ അലയൻസ് വലുതാണ്. മറുവശത്ത് BJP ദേശീയ തലത്തിൽ വളരെ വലിയ ശക്തിയാണ്, 400 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നൊരു പാർട്ടിയാണ്. മറുവശത്ത് അതിനോടൊപ്പം ചേർന്ന് BJP കേരളത്തിൽ ചെറുപ്പക്കാരുടെയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും വോട്ട്സ് ഉള്ളപ്പോൾ, എതിർപ്പുള്ളപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കണമായിരുന്നു. രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നല്ല തീരുമാനമാണ്, അതുകൊണ്ടാണ് ആലത്തൂർ കിട്ടിയത്. അദ്ദേഹം മന്ത്രിയാണ്, പക്ഷേ അദ്ദേഹത്തിനെ മാറ്റിയതിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ആ സീറ്റ് നേടാൻ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ UDFന്റെ ഒരു തരംഗം ഉണ്ടായപ്പോൾ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു മുന്നേറ്റം. അവരുടെ സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല, മലപ്പുറത്തും പൊന്നാനിയിൽ മാത്രമല്ല, മലബാർ മേഖലയിലാകെ UDF ഉണ്ടായ വിജയത്തിൽ ലീഗിന്റെ പങ്ക് എത്രമാത്രം? വളരെ വളരെ വലുതാണ് ലീഗ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതല്ലേ സംഭവിച്ചത്. അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ ആരും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. കേരളത്തിലെ ആൾക്കാർക്ക് 19 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് എങ്ങനെ UDFനെ സഹായിച്ചുവോ അതേപോലത്തെ സഹായം തന്നെ കോൺഗ്രസിന് ഇത്തവണയും കിട്ടി. മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഒരുപാട് വെല്ലുവിളികൾ മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അബ്സല്യൂട്ട് കമ്മ്യൂണൽ പാർട്ടിയല്ല, ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടി. പക്ഷേ മറുവശത്ത് തീവ്ര വിശ്വാസമുള്ള വിഭാഗങ്ങളുണ്ട്. SDP ഉണ്ട്, PDP ഉണ്ട്, പിന്നെ INL ഉണ്ട്, മുസ്ലിം വിഭാഗത്തിൽ തന്നെ സമസ്തയുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ മുസ്ലിം ലീഗിന് ഇവരെ എല്ലാം വിശ്വാസം ആർജിക്കണം, കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ശക്തി ആർജിക്കണം. മുസ്ലിം ലീഗിന് നല്ല സംഭാവനയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ ലീഗിന് കഴിഞ്ഞു. ഈ സമാഹരണം അടുത്ത അസംബ്ലി ഇലക്ഷനിലും ഉണ്ടാകണം. അതിനുള്ള പ്രവൃത്തി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായി മാറിയത് UDFന് ലീഗ് തന്നെയാണ്. ലീഗ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ അത് മറികടക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ മോദി ഭരണത്തെ ചെറുക്കാനുള്ള ആവേശത്തിൽ അതുൾപ്പെടെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ലീഗിൻ്റെ പിന്നിൽ വന്നതും അതിനൊരു കാരണമായിരിക്കാം. ക്രിസ്ത്യൻ സമുദായത്തിന്റെ റോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള സ്ഥലത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കുകയും കേരള കോൺഗ്രസ് സീനിൽ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അതെ, എങ്ങനെയാണ് അത്? അതെ, നമ്മൾ തൃശ്ശൂരിലെ
കാര്യമായിട്ട് BJP-ക്കാണ് വോട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അതെ. ഇവിടെ വന്നപ്പോ UDF-നല്ല, അതെ, LDF-നും അല്ല. അതെ. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ ഇപ്പോൾ ഒഫീഷ്യൽ കണക്കനുസരിച്ച് സെൻസസ് അനുസരിച്ച് 18% ക്രൈസ്തവ വിഭാഗമുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തെ ഉൾപ്പെടുത്താതിരുന്നാൽ, ആ കണക്ക് കൂട്ടാതിരുന്നാൽ 18% ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളതാണ്. ഈ 18%-ലെ ബഹുഭൂരിപക്ഷവും അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസാണ്. അതാണ് സത്യം. കുറച്ച് OBC ക്രിസ്ത്യൻസ് ഉണ്ട്, പക്ഷേ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസാണ് ഈ 18-നകത്ത് വരുന്നത്, ജനസംഖ്യയുടെ 18-നകത്ത് വരുന്നത്. അപ്പോൾ അതെ, അവരിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാം ചില തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ചില പൊതുവായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതിൽ പള്ളിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്പോഷറിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലെ ഇത്രയും ലോകം അറിയുന്ന വേറൊരു സമുദായമില്ല. കാരണം യാത്രയുണ്ട്, എഡ്യൂക്കേഷനുണ്ട്, ബിസിനസ്സുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഏറ്റവും വലിയ സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹിക മൂലധനം ശക്തമായൊരു സമുദായമാണ്. പല വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുന്നു, പ്രായോഗികവാദികളുമാണ്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാ ഫാക്ടേഴ്സുമുണ്ട്. പിന്നെ കേരള കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിൻ്റെ തകർച്ച നമ്മൾ പ്രതീക്ഷിച്ചതാണ്, നമ്മളത് പ്രവചിച്ചതുമാണ്. മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിലേക്ക് പോയതിൽ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ ഗുണം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടി. തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നുമില്ല, എന്നാൽ അതിന് ബേസുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പ് എന്നും UDF-നോട് ഒറ്റക്കെട്ടായി നിന്നു. അതിൻ്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ അദ്ദേഹം തോമസ് ചാഴിക്കാടൻ തോക്കുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലായിരുന്നു. കാരണം അത്രത്തോളം വിരോധം ഇടതുപക്ഷത്തിനോടുള്ളതിൻ്റെ ഭാരം തോമസ് ചാഴിക്കാടനും നേരിടേണ്ടി വന്നു. എന്നാൽ തൃശ്ശൂർ വന്നപ്പോൾ, ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു BJP ഷിഫ്റ്റുണ്ട്, ചെറുതായിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നന്നായിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയുടെയും പ്രവർത്തനമാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാം. കേരളത്തിൽ തന്നെ ഉണ്ടാകാൻ കാരണം ചില അന്തർദേശീയ പ്രശ്നങ്ങൾ, തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം ഇതിനകത്ത് തന്നെ ഒരു വിഭാഗക്കാർക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു മറുവശം വേണം. അത് കോൺഗ്രസിനെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല, ലെഫ്റ്റിനെ കൊണ്ടും കഴിയത്തില്ല, അതിന് BJP-ക്ക് കഴിയത്തുള്ളൂ എന്നുള്ള ചിന്താഗതി. കുറച്ച് വിവാദ വിഷയങ്ങളുണ്ടാകാം. ഞാനത് ലവ് ജിഹാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എന്തായാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് BJP-യോട് വലിയ എതിർപ്പില്ല, പണ്ടുമില്ലായിരുന്നു. അത് ഞാൻ പഴയകാലത്തെ തിരഞ്ഞെടുപ്പ് പഠനത്തിൽ തന്നെ അത് മനസ്സിലാക്കിയ കാര്യമാണ്. അന്ന് അവരോട് ചോദിച്ച ചോദ്യം അറിയാമല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടിയാണ് അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ക്രോസ് സ്റ്റാബുലേഷൻ എടുത്തപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രിഫറൻസ് അന്നും താമരയോടായിരുന്നു. ഞാൻ 99-ലെ ലോക്സഭ ഇലക്ഷനിലെ ഡേറ്റയാണ് ഞാനിപ്പോൾ ഇവിടെ കോട്ട് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ BJP-യോട് അങ്ങനെ ഒരു അന്ധമായൊരു വിരോധം ക്രൈസ്തവർക്കില്ല എന്നാണ്. അത് BJP-ക്ക് ഇപ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. കുറച്ച് ക്രിസ്ത്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അനിൽ ആൻ്റണി വന്നുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, അതല്ലാതെ തന്നെ ഒത്തിരി ആൾക്കാരും മാറുന്നുണ്ട്. PC ജോർജ് എല്ലാം അതൊക്കെ മനസ്സിലാക്കി മൂവ് ചെയ്യുന്ന ആളാണ്. പിന്നെ ചെറുപ്പക്കാരായ അനിൽ ആൻ്റണി അല്ലാതെ ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനൂപ് ആൻ്റണിയെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നാളെ കേരളത്തിൽ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് ബേസ് കുറച്ചെങ്കിലും BJP-യിലേക്ക് കൊണ്ടുപോകാം. അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്, എൻ്റെ വിജയം ഒരു മതേതരത്വ വിജയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണ്. അപ്പം BJP-ക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹിന്ദു വോട്ട് കൊണ്ട് ജയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അത് മാത്രമല്ല, കുറച്ച് പ്ലൂറലിസ്റ്റിക്കായിട്ട് നിന്നാലേ പറ്റൂ. കുറച്ച് മുസ്ലിം വിഭാഗത്തിനെ അട്രാക്റ്റ് ചെയ്യണം, സംശയമൊന്നുമില്ല. അത് വലുതായിട്ട് വരുന്നില്ല. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗം കാര്യമായിട്ട് വരുന്നുണ്ട്. കേന്ദ്രഭരണം BJP-ക്ക് അത് ഒരു ഘടകമാണ്. അതുൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ക്രിസ്ത്യൻ വിഭാഗത്തിന് BJP എടുത്തൊരു അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കാൻ കാര്യമാക്കുന്നുണ്ട്. അല്ലെ, മുന്നോക്ക വിഭാഗങ്ങളെ മാത്രമല്ല, പിന്നോക്കക്കാരെയും ദളിതരെ ഒക്കെ BJP-യിൽ ആകർഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആലപ്പുഴയിൽ വോട്ട് ചോദിച്ചത്. LDF-ന്റെ വോട്ട് UDF-ന്റെ വോട്ട് ഒരേ സമയം പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ദേശീയപരമായിട്ട് തന്നെ BJP-യുടെ ഒരു ലാർജർ പ്രോജക്റ്റാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. ഒരു 20 വർഷം മുമ്പ് അപ്പർ കാസ്റ്റ് വോട്ട് ഷെയറാണ് BJP-ക്ക് കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് അത് മിഡിൽ കാസ്റ്റിൻ്റെ ഇടയിലേക്ക് മാറി. മിഡിൽ കാസ്റ്റ് എന്ന് പറയുന്നത് യാദവ്, OBC വിഭാഗങ്ങൾ, കുർമി, കോറി അങ്ങനെയുള്ള. അതും കഴിഞ്ഞ് BJP-ക്ക് അത് മനസ്സിലായി, വോട്ട് വളർത്തണമെങ്കിൽ ഇതുകൊണ്ട് തികയത്തില്ല. ആ ആറ്റിറ്റ്യൂഡ് ട്രൈബൽസിൻ്റെ ഇടയിലും ദളിതരുടെ ഇടയിലും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇടയിലും ഒക്കെ അത് ആൾ ഓവർ ഇന്ത്യ നടത്തിയ ഒരു പ്രോജക്റ്റാണ്. ഇതിനെ അവർ പറയുന്നത് അവരല്ല പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് സബാൾട്ടേൺ ഹിന്ദുത്വം എന്നാണ്. കീഴാളരുടെ ഹിന്ദുത്വ ആശയം അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതാണ് ജാർഖണ്ഡിലും മറ്റും BJP-ക്ക് ഒരുപാട് ഉയരാൻ കഴിഞ്ഞത്. അരുണാചൽ പ്രദേശിലും മറ്റ് പല സ്ഥലങ്ങളിലും പഴയ കാലത്തെ പോലെ BJP ഇപ്പോഴും ഒരു ബ്രാഹ്മൺ പാർട്ടിയായിട്ട് ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം
സ്വാധീനം കേരളത്തിലും വന്നു. അതിൻ്റെ ഫലമായിട്ട് BJP താഴെക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ കൂടി കൂടുതൽ മോസ്റ്റ് ബാക്ക്വേർഡ് സെക്ഷൻസിനെയും ദളിത്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നു. അത് ചെറിയ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആലപ്പുഴയിൽ ലെഫ്റ്റിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണം. ഇത്തവണ ലെഫ്റ്റ് പ്രത്യേകിച്ച് CPM ഉയർത്തിയ മുദ്രാവാക്യം ഒന്ന് പൗരത്വ പ്രശ്നവും രണ്ട് പാലസ്തീനുമാണ്. അതെ, ഇത് രണ്ടും മുസ്ലിം സമുദായത്തെ ആകർഷിക്കാവുന്ന ലക്ഷ്യത്തോടെ. പക്ഷെ എന്തുകൊണ്ട് അത് കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചില്ല? രണ്ടും നടന്നില്ല. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ഈ CAയുടെ കാര്യത്തിൽ ഞാനത് താങ്കളോട് മുമ്പ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഒരു ആൾക്ക് പോലും CA കൊണ്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അല്ല, ബംഗാളിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരുടെ കാര്യം നമുക്കറിഞ്ഞൂടാ, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ കേരളത്തിലെ മലയാളികളെ ആർക്കാണ് CA കൊണ്ട് അഫക്റ്റ് ചെയ്യണം? ഇത് ഞാൻ ഒരു വിഷയമല്ല. അപ്പോൾ ആവശ്യമില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി ഇത്രയും പറഞ്ഞപ്പോൾ അത് മുസ്ലിം വോട്ട് ലാക്കാക്കിയാണ്. ഇത് തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിന് ലെഫ്റ്റിനോട് അകൽച്ചയ്ക്ക് കാരണം. ഓവർ ഡൂ ചെയ്യുന്നു. നമ്മൾ ഒരു കാര്യം ഓവർ ചെയ്യും. അപ്പോൾ എന്തിനാണ് CA വീണ്ടും പറയുന്നത്? കുറച്ച് ചെറുപ്പക്കാരെ വല്ലതും ആകർഷിപ്പിക്കാൻ കഴിയും, കുറച്ച് മുസ്ലിം വിഭാഗത്തിനെ കുറച്ച് ആകർഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ കോൺഗ്രസ്സിലുള്ള ലീഗ് പിന്തുണ കുറയ്ക്കാനാണോ, മുസ്ലിം പിന്തുണ കുറയ്ക്കുക, അതാണ് ഉദ്ദേശമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പാലസ്തീൻ വിഷയം നമുക്കിതറിയാം. ഈ പാലസ്തീൻ വിഷയത്തിനകത്ത് ഇവിടെയും കേരള രാഷ്ട്രീയത്തിനകത്തൊരു പ്രസക്തിയുണ്ട്. ഹമാസ് ചെയ്തത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ക്രൈസ്തവ വിഭാഗത്തിലുമുണ്ട്. ഹമാസ് ആണല്ലോ യുദ്ധം തുടങ്ങി വെച്ചത്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ഹമാസ് ചെയ്ത് കൂട്ടക്കുരുതിക്ക് പിറകിലാണ് പിന്നീടാണ് ഇസ്രയേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പഴയതുപോലെ ഇസ്രയേലിനടുത്തുള്ള അൺടച്ചബിലിറ്റി കേരളത്തിലും ഇല്ല. കുറച്ച് പേരെങ്കിലും അവർ ചെയ്യുന്നതിനകത്ത് യുക്തിയുണ്ടെന്ന് തോന്നുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ക്യാമ്പസുകളിലൊക്കെ വലിയ വീരവാദം പറയാമെന്നല്ലാതെ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് പാലസ്തീൻ്റെ കാര്യം പറഞ്ഞാൽ പഴയതുപോലെ ഏൽക്കത് യാസർ അറഫത്ത് ഇരുന്ന സമയത്ത് പറയുന്ന പോലെ കാര്യങ്ങളൊന്നും ഏൽക്കത്തില്ല. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, പഴയ കാലത്ത് സദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ അന്ന് ലോകത്ത് എവിടെയെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമാണ്. വേറെ ഒരിടമില്ല പ്രതിഷേധമുണ്ട്. കേരളം ഒരു ബന്ധാണ് നടത്തിയത്. പക്ഷേ അന്നൊന്നും ഇന്നിനി അതുപോലെ ഏൽക്കത്തില്ല. പക്ഷേ അത് മാത്രമല്ല, മറുവിഭാഗം പല രീതിയിൽ ചിന്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒരു രീതിയിലും കേരള ജനതയെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. മുസ്ലിം വോട്ട് ആകർഷിക്കാനുള്ള CPM ശ്രമം ഒരേ സമയം ക്രിസ്ത്യൻ സമുദായത്തെ, ഹിന്ദു സമുദായത്തെ പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ അകറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. ബലത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം ക്രൈസ്തവ ഭാഗത്തിന് ഓവർ അപ്പീസ്മെൻ്റ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി, അത് ലെഫ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ അവർക്ക് തോന്നി. മാനസികമായിട്ട് ഇത് ചെയ്യുന്നത് കൂടുതൽ അപകടത്തിലെത്തിക്കും. മറുവശം കോൺഗ്രസ് അത്ര സ്ട്രോങ് അല്ല ഇക്കാര്യത്തിൽ പറയും. കുറച്ചുകൂടി BJP ആണ് എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് BJPയുടെ സ്റ്റാൻഡ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് മറ്റൊന്ന് ലെഫ്റ്റ് ആലോചിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു വോട്ട് ഷെയർ ലെഫ്റ്റിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയും വലിയ വോട്ട് ഷെയർ ലെഫ്റ്റിൻ്റെത് ഹിന്ദുസിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയൊരു ആൻറ്റി ഹിന്ദു പൊസിഷൻ എടുക്കുന്നത് അപകടം ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഈ മതങ്ങളെ വെച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചടികൾ പല രീതിയിലുണ്ടാവും. 65% വോട്ടുകൾ ലെഫ്റ്റിന് വരുന്ന ഹിന്ദുസിൽ നിന്ന് ആണെന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ, ഒരുപക്ഷെ അവരുടെ പേരൻസൊക്കെ പഴയ ലെഫ്റ്റുകാരാണെങ്കിലും പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് തോന്നുമ്പോൾ അവർ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ പോളിസി ഒരു മതപ്രീണനമാണ്, അതിനകത്ത് മതേതരത്വമില്ല എന്നവർ ചിന്തിച്ചെങ്കിൽ പിന്നെ അവരെ കുറ്റം പറയാനൊക്കെ. അതിൻ്റെ ഒരു റിയാക്ഷനാണ് വോട്ടുകൾ BJPയിലേക്ക് പോയത്. അപ്പോൾ ഇത് വസ്തുത ലെഫ്റ്റ് ഭാവിയിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഹിന്ദു വോട്ട് ബേസ് BJP കൊണ്ടുപോയാൽ പിന്നെ ലെഫ്റ്റിന് എന്ത് പ്രസൻസാണ് ഉള്ളത്? അതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ഹിന്ദു വോട്ട് BJP കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി വലുതായിട്ടൊന്നും പോകാനില്ല. പക്ഷേ ഇനിയിപ്പോൾ അവർ ശ്രദ്ധിക്കാൻ പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. അതല്ലെങ്കിൽ പുതിയ തലമുറയിലെ ഹിന്ദു വോട്ട്സാണ്. അപ്പോൾ അവിടെയും വെല്ലുവിളി ഉയർത്തുന്ന ആർക്കാണ്? ലെഫ്റ്റിനാണ്. ഇത് ഈ ഒരു ഡെമോഗ്രഫിക്കൽ ഫാക്ടർ ശ്രദ്ധിക്കാതെയാണ് ഈ അന്തർദേശീയ പ്രശ്നങ്ങളിലൊക്കെ കൊണ്ട് കൈവയ്ക്കുന്നത്. LDF-നുള്ള മുന്നറിയിപ്പിനെ കുറിച്ച് ഡോക്ടർ G. ഗോപാൽ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ UDF-നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലേ? 18 സീറ്റ് കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ 2% വോട്ട് പോയി. ഇങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 വർഷത്തിനകം തെരഞ്ഞെടുപ്പ്, അവർക്കുള്ള മുന്നറിയിപ്പ് എന്താ? മുന്നറിയിപ്പ് അവർക്ക് മാത്രമല്ല, BJP കുറച്ചുകൂടി ശക്തിപ്പെട്ടാൽ കേരളത്തിലൊരു ഹങ് അസംബ്ലി ഉണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ BJPക്ക് 10 സീറ്റോ, ഇപ്പോൾ തന്നെ 11 അസംബ്ലിയിൽ BJP ലീഡ് ചെയ്യണം, 8 2ാം സ്ഥാനത്താണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് പുതിയ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അവരൊരു 15 അസംബ്ലി സീറ്റ് ജയിച്ചു എന്നിരിക്കട്ടെ, പിന്നെ അവിടെ ഒരു ഭൂരിപക്ഷം ആർക്കും കിട്ടാത്തൊരവസ്ഥ വരും. അതൊരു ത്രിശങ്കു സഭയ്ക്കുള്ള സാധ്യത പോലും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് വാണിംഗ് ലെഫ്റ്റിന് മാത്രമല്ല കോൺഗ്രസിനും ഉണ്ട്. ഇവിടുത്തെ ബൈപോളാർ പൊളിറ്റിക്സ് ഡിക്ലൈൻ ചെയ്തു. ആ ഫാക്ടർ രണ്ട് മുന്നണികളും മനസ്സിലാക്കണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് BJP എത്ര നേരം തടഞ്ഞു നിർത്താൻ പറ്റുമെന്നുള്ളതാണ് അതൊരു വശത്ത്. അപ്പോൾ ഈ കോൺഗ്രസ്സിനുണ്ടാകുന്ന ഒരു വെല്ലുവിളിയും ഇവിടെ പ്രസക്തമാണ്. കാരണം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ടെംപ്ലേറ്റ് മാറും. ആ ടെംപ്ലേറ്റിൽ കുറച്ചുകൂടി സംഘടനാപരമായ ഗുണം ഉള്ളത് ലെഫ്റ്റിനാണ്.
കാരണമാണ് പാർട്ടി ശക്തമാണ്, പാർട്ടിയുടെ അണികൾ ശക്തമാണ്, പ്രവർത്തന രംഗത്ത് അവർ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കോൺഗ്രസിൻ്റെ സ്ഥിതി ആലോചിച്ചാൽ ഗ്രൂപ്പുകൾ ഇപ്പോഴുമുണ്ട്. അനഭിപ്രായങ്ങളും ഐക്യമില്ലായ്മയും എല്ലാം കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകൾ പുതിയ മാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായി കോൺഗ്രസ് ശക്തമൊന്നുമല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോയപ്പോഴും അല്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലേക്ക് ജയിക്കാനും തോൽക്കാനും ഒക്കെ തയ്യാറാകുമ്പോഴും ഒരു ഇലക്ടറൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനൊരു മെയ്വഴക്കമുണ്ട്. ആ മെയ്വഴക്കം അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇടതുപക്ഷത്തിനുണ്ടാക്കാൻ കഴിയില്ല. ഞാൻ കുറേ വർഷത്തെ പാരമ്പര്യം വെച്ച് നോക്കിയിട്ട് തുടക്കം മറിച്ചായിരുന്നു. EMSനെ പോലെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ വേണ്ട രീതിയിൽ ചെയ്ത് പ്രവർത്തിച്ച് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി 67 9 സീറ്റിലേക്ക് എത്തിച്ച ആ ബുദ്ധിയൊക്കെ ഉള്ളപ്പോൾ അതിനെതിരെ കരുണാകരൻ്റേതായ പ്രവർത്തനത്തിൽ കൂടി അതെല്ലാം തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ അതിനിടയ്ക്ക് ആ ചരിത്രമൊക്കെ പഴയതായി. ഇപ്പോൾ ട്രൈപോളറായി 3 മുന്നണികളാണ് അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് ഒന്ന് സംഘടനാപരമായ ദുർബലതയുണ്ട്. യൂത്ത് കോൺഗ്രസ് ദുർബലമാണ്. KSUവരോടും ജയിക്കുന്നില്ല കാര്യമായിട്ട്. പിന്നെ എവിടെ നിന്നാണ് വോട്ട് ബേസ് വരേണ്ടത്? ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മാത്രം കൊണ്ട് ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിലെ കുറേ സീറ്റ് BJPക്കും കിട്ടാം. ഇടതുപക്ഷത്തിനെതിരെയുള്ള സീറ്റുകൾ വരുമ്പോൾ അത് കുറേ BJPക്കും കിട്ടാം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനും വെല്ലുവിളിയുണ്ട്. കോൺഗ്രസ്സിനും അത്ര എളുപ്പമല്ല മിണ്ടാതെ നിന്ന് കൊടുത്താൽ അങ്ങ് ജയിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല അതിനകത്ത് നേതാക്കന്മാർ തമ്മിൽ വഴക്കുണ്ട്. ആ നേതാക്കന്മാരുടെ നിലപാടുകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെ ഓർഗനൈസേഷൻ യൂണിറ്റ് UDFനകത്തും പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ വോട്ട് ഷെയർ നോക്കിയാൽ താങ്കളുടെ കയ്യിൽ വോട്ട് ഷെയർ ഉണ്ടല്ലോ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ഷെയർ വന്നപ്പോൾ അന്ന് ഞാൻ ലെഫ്റ്റ് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഞാൻ പറഞ്ഞത് സ്ട്രക്ചറലി LDF ഈസ് മച്ച് സ്ട്രോങ്. ആ ശക്തി LDFന് ഒരു പരിധിവരെ ഇന്നും ഉണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാത്രമേ ദുർബലപ്പെട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് LDFന് സ്ട്രക്ചറൽ ക്വാളിറ്റി കൂടുതലാണ് UDFനേക്കാൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭയം UDFനുണ്ട്. അപ്പോൾ UDFന് ഇപ്പോൾ പുതിയ മുന്നണിയെ കൊണ്ടുവരാൻ പറ്റുമോ? അതല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രസൻസ് UDFന് ദോഷം കൂടുതൽ ചെയ്യില്ലേ? ഇത്തരം ചോദ്യങ്ങളുണ്ട്, മുന്നിൽ നിൽക്കുകയാണ്. ഇതുകൊണ്ട് ഈ 18 സീറ്റ് ലോക്സഭയിൽ ജയിച്ചത് അതുപോലെ അസംബ്ലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ത്രികോണ മത്സരം വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഇടതുമുന്നണിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതപ്പോഴുമുണ്ട്. പക്ഷേ കോൺഗ്രസ് എത്ര സുശക്തമായി നിൽക്കുന്നു, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വരുമോ? മറ്റ് പ്രശ്നങ്ങൾ, സീറ്റ് വിതരണത്തിൽ പ്രശ്നമുണ്ടോ? ഉണ്ടായില്ലേ? അതോടൊപ്പം തന്നെ ഇവർക്ക് സംഘടനാപരമായ യൂത്ത് കോൺഗ്രസിനെയും ചെറുപ്പക്കാരെയും സ്റ്റുഡൻസ് വിങ്ങിനെയൊക്കെ എങ്ങനെ റീജുവനേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലേക്ക്, അതെ, ദേശീയ തലത്തിലേക്ക് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, പൊതുവിൽ ജനങ്ങൾക്ക് നൽകുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന നിലയിൽ ഗോപകുമാർ എങ്ങനെയാണ്? അതെ, ഇതിലേറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ജനാധിപത്യം ശക്തിപ്പെടണം, ഏകാധിപത്യത്തെ അങ്ങേയറ്റം ചെറുക്കണം എന്നുള്ളതാണ്. ഇതോടൊപ്പം ഭരണ തുടർച്ചയ്ക്കുള്ളൊരു മാൻഡേറ്റും കൂടിയാണ്. അപ്പോൾ ജനങ്ങൾ എത്ര കെയർഫുള്ളാണെന്ന് നോക്കിക്കൊള്ളണം. ഒരു വശത്ത് 400 സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടിക്ക് 240ലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവരെ പൊതുവായിട്ട് തോൽപ്പിച്ചിട്ടുമില്ല. BJP ഈസ് ഡൗൺ ബട്ട് നോട്ട് ഡിഫീറ്റഡ്. അതിൻ്റെ വോട്ട് ഷെയറും 240 സീറ്റും ഒക്കെ അവിടെ ഇപ്പോഴും ശക്തമായിട്ടുണ്ട്. രാജ്യസഭയിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞു. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്? 400 സീറ്റ് ആവശ്യപ്പെടുന്നത് ജനങ്ങൾ സാധാരണഗതിയിൽ ചിന്തിച്ചത് ഇത് ജനാധിപത്യത്തെ നശിപ്പിക്കാനും ഒരു രാജ്യം ഒരു ഇലക്ഷൻ പോലെയുള്ള അപകടങ്ങൾ കൊണ്ടുവരാനും ഒരു എക്സ്ട്രീം കേസിൽ ഹിന്ദു രാഷ്ട്രം വരാനുള്ള സാധ്യതയുണ്ടാകും. ഇങ്ങനെയുള്ള പല ഭയങ്ങളോടൊപ്പം സംവരണം എടുത്ത് കളയുമെന്നുള്ള പേടി, ഇതെല്ലാം ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വലിയ സംശയമുണ്ടാക്കി. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി വന്നത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമാണ്. അപ്പോൾ OBCയുടെ ഒരു നല്ലൊരു വിഭാഗം BJPക്കെതിരായി വന്നു. ഇപ്പോൾ ചുരുക്കത്തിൽ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, ഒരു ശക്തമായ ക്വാളിറ്റിയുള്ളൊരു ഡെമോക്രസിയാണ് രാജ്യത്തിന് ആവശ്യം, ഏകാധിപത്യമല്ല. അതേസമയം മോദി ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള അംഗീകാരവുമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ മോദി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ണടച്ചാൽ ആർക്കും കഴിയില്ല. അടിസ്ഥാന വികസനം വളർന്നിട്ടുണ്ട്, GDP ഗ്രോത്ത് റേറ്റ് കൂടിയിട്ടുണ്ട്, രാജ്യത്ത് സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ, ഒരു 20 കോടിക്കധികം ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 80 കോടി ജനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വികസനം, സാമൂഹ്യക്ഷേമ പരിപാടികൾ, ഇത്തരം കാര്യങ്ങൾക്ക് പ്രവർത്തനം പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ
പാർട്ടിയുടെ ഐഡിയോളജിയും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ കൊണ്ടുവന്നതിനകത്ത് അപകടം പറ്റിയത് ഈ വൺ കൺട്രി വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ളതും മുസ്ലിം വിരോധം ശക്തിപ്പെട്ടതുമാണ്. ഇപ്പം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൽ ഒരു കുഴപ്പവും ഞാനും കാണുന്നില്ല. കാരണം അതിനുശേഷം കാശ്മീരിൽ ശാന്തതയുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ സമയം വന്നപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ച് കഠിനമായി പ്രധാനമന്ത്രി പറഞ്ഞത് മുസ്ലിം കൺസോളിഡേഷൻ BJPക്കെതിരെ ഉണ്ടായി. കാരണം രാജ്യത്ത് 20 കോടി മുസ്ലിങ്ങളുണ്ടെങ്കിലും ആ 20 കോടി മുസ്ലിങ്ങൾ പലപ്പോഴും ഇലക്ഷനിൽ പല രീതിയിലാണ് വോട്ട് ചെയ്യണത്. ഇന്നത്തെ CSDSൻ്റെ ഡേറ്റയിൽ പറയുന്നത് ഇപ്പോഴും BJPക്ക് കിട്ടിയ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതാണ്. വളരെ ചെറിയ 8%. അപ്പോൾ 100 NDA വോട്ട് എടുത്താൽ അതിൽ 8% മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയാണ്. അപ്പോൾ അത് ചുരുങ്ങി വരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. ട്രിപ്പിൾ തലാഖൊക്കെ ബാൻ ചെയ്ത പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്തതിന് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ പിന്തുണ. ഇത്തവണ ആൻറ്റി മുസ്ലിം പൊസിഷൻ എടുക്കുകയും നിങ്ങളുടെ മംഗല്യസൂത്രങ്ങൾ കൊണ്ടുപോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയിൽ നിന്ന് പറയുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ ഭയം, അതിനെതിരെയുള്ള സന്ദേശം ഉണ്ടായി. ഒന്ന്, സംവരണം നഷ്ടപ്പെടുന്നുള്ള ഭയം. 2, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുള്ള സംശയം. ഇതുവഴി ഏകാധിപത്യം വരും, ഫെഡറലിസം നശിക്കും, മതേതരത്വം നശിക്കും. ഇതിനെതിരെ ഒരു വലിയൊരു മെസ്സേജ് ജനങ്ങൾ കൊടുത്തു. ഗവൺമെൻറ്റിനെ പുറത്താക്കുന്നില്ല, പക്ഷേ വാൺ ചെയ്യുകയാണ്. ആ നിലയ്ക്ക് ഇതൊരു നല്ലൊരു വിജയമാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ജനവിധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയ ഏറ്റവും വലിയ പാഠം എന്നെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ജനങ്ങൾക്കുണ്ടായ വിശ്വാസം. കാരണം ഇതിനെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപവും പരാതികളും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം വിചാരിച്ചാൽ ഈ വോട്ട് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ള തോന്നലായിരുന്നു പൊതുവെ പ്രചരിപ്പിച്ചത്. പക്ഷെ അതില്ലാതായി. അതുകൊണ്ടല്ല ആര് വിചാരിച്ചാലും ആ വോട്ടിംഗ് മെഷീനിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഉറപ്പിന്റെ പേരിലാണല്ലോ ഇപ്പോ ഈ മാറ്റങ്ങളെല്ലാം. അതെ, വളരെ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതാണ്. കാരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആണ്. അപ്പോൾ അത് നശിപ്പിച്ചാൽ പിന്നെ ഇവിടെ എന്ത് ഡെമോക്രസി? അപ്പോൾ അതുകൊണ്ട് EVMൽ വിശ്വാസത കൂടി താങ്കൾ പറഞ്ഞത് ശരിയാണ്. EVMനെ വിശ്വസിക്കുന്ന ജനങ്ങൾ, അതിൻ്റെ മാൻഡേറ്റും കൂടി ഇതിനാണ്. ഇപ്പൊ മോഡിയുടെ ഒരു സ്വഭാവ മാറ്റം വളരെ പ്രകടമാണ്. അത് 2014 അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം സേവകൻ എന്ന നിലയിലാണ് അദ്ദേഹം സ്വയം വിശേഷിച്ചത്. 2019 ആയപ്പോൾ അദ്ദേഹം ചൗക്കിദാർ എന്നുള്ള ഒരു പദവിയിലേക്ക്. പിന്നീട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് പ്രസ്താവനയിൽ പറഞ്ഞത് ദൈവത്തിന്റെ നിയോഗവും എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹം വേറൊരു തലത്തിലേക്ക് മാറി. മാത്രമല്ല മോദി ഗ്യാരണ്ടി എന്നുള്ളൊരു പ്രചരണ വാക്യം തന്നെ BJP ഒരു പാർട്ടിയുടെ ഉറപ്പ് എല്ലാ ജനങ്ങൾ വിശ്വസിക്കും. BJP ഗ്യാരണ്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി. ഒരു രാജ്യം ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടിയിലേക്ക് മാറുന്ന സ്വഭാവം എങ്ങനെയാണ് നീതീകരിക്കാൻ പറ്റുക? ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. ഇത് വലിയ അപകടമാണ്. പഴയ കാലത്ത് താങ്കൾ ഓർക്കുന്നുണ്ടാവും, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ സമയത്ത് പറഞ്ഞത് ഇന്ത്യയാണ് ഇന്ദിരയാണ് ഇന്ത്യ. അതും ഏകാധിപത്യമാണ്. അപ്പോൾ അതേപോലത്തുള്ള പ്രവണതകളിലേക്ക് മാറുന്നു. എപ്പോഴും ഈ രാഷ്ട്രീയം കണ്ടക്സ്ച്വലാണ്, സന്ദർഭത്തിന് സ്വാധീനമുണ്ട്. ചെറിയ ഭൂരിപക്ഷമായിരുന്നപ്പോൾ ഇത്ര നന്നായിട്ട് ഭരിച്ചു. കുറച്ചുകൂടി ഭൂരിപക്ഷം വന്നപ്പോൾ ഭരണത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തെ വകവയ്ക്കാതെയായി. പാർലമെൻറ്റിൽ നിന്ന് പ്രതിപക്ഷം സ്ഥിരം പുറത്തു പോകുന്നൊരു സ്ഥിതി വന്നു. അകത്തിരുന്നിട്ട് കാര്യമില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ അനൈക്യം കൊണ്ടാണോ അവരുടെ ഡെസ്പറേഷൻ കൊണ്ടാണോ എന്ത് പറഞ്ഞാലും തിരഞ്ഞെടുപ്പ് വേളയിൽ കണ്ട കാര്യങ്ങൾ, നടത്തിയ പ്രചാരണ വേളയിൽ, പ്രത്യേകിച്ച് ദൈവവിശ്വാസമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ, ഉദാഹരണമായിട്ട് അയോധ്യയിലെ ക്ഷേത്രം തുറക്കുന്നതോടൊപ്പം അവിടുത്തെ പ്രധാന പൂജാരിയുടെ റോളിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അതൊക്കെ കൊടുക്കുന്നൊരു സന്ദേശം മറ്റുള്ളവർക്ക് വളരെ വേദനാജനകമായ കാര്യങ്ങളുണ്ട്. കാരണം ഒരു ഡെമോക്രസിയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ചെയ്യാൻ പുരോഹിതന്മാരുണ്ട്. മതത്തെ ഒഴിവാക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ ഒരു മതപുരോഹിതൻ്റെ റോളിലേക്ക് പ്രധാനമന്ത്രി വന്നതും ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഈ താങ്കൾ പറഞ്ഞ ഈ പ്രസ്താവന ദൈവമാണ് തന്നെ അയച്ചിരിക്കുന്നത്, ബയോളജിക്കലല്ല, അതൊക്കെ ഒരുപാട് തമാശയ്ക്ക് വഴിയുണ്ടായി, ചർച്ചകൾക്ക് വഴിയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഏകാധിപത്യത്തിൽ വിശ്വാസമില്ല. മോദിയുടെ ആറ്റിറ്റ്യൂഡിൽ നല്ല മാറ്റം വരുന്നു. ഞാനിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ടെലിവിഷനിലെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എലക്ട് ചെയ്ത എല്ലാ NDA മെമ്പേഴ്സിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയിൽ
ആ നറേറ്റീവിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇപ്പോൾ പുരോഗമന ചിന്താഗതിയുള്ള കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യണം, നമ്മൾ വികസനത്തിലാണ് ചെയ്തത്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. ആദ്യത്തെ ഒന്നാം ഘട്ടത്തില് പറഞ്ഞിരുന്നത് വികസനം തന്നെയായിരുന്നു. അതെ അതെ അതെ. രണ്ടാം ഘട്ടം കഴിഞ്ഞ കൈവിട്ടു പോയത്. അതായത് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അതെ, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. അവർക്കെതിരായിട്ട് പ്രധാനമായിട്ട് അതെ, ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ്. അതെ, ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം ഇടിച്ചു നിരത്തുക എന്ന് പറയുന്നത്, ഈ രീതിയിലൊക്കെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ നിന്ന് എത്രയോ താഴേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഇന്ന് നടത്തിയ പഴയ പാർലമെൻറ്റിലെ സഭയിലിരുന്നാണ് ഇന്നത്തെ മീറ്റിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പുതിയ ആശയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വികസനത്തിൻ്റെ ആശയമായിക്കൊള്ളട്ടെ, ഒരു ശക്തമായ രാജ്യമായി നമ്മൾ മാറണം, സാമ്പത്തികമായിട്ട് ഉയരണം, അതിനൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടണം, ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ, അത് തീർച്ചയായിട്ടും അതിന് തർക്കമൊന്നുമില്ല. അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഭരണം നടത്തിയാൽ മതി. പ്രത്യേകിച്ച് ആരെയും അപ്പീസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സോഷ്യൽ റിഫോം കൊണ്ടുവരണം, സാമൂഹ്യ പരിഷ്കാരമൊക്കെ കൊണ്ടുവരണം. ആ സാമൂഹ്യ പരിഷ്കാരം കൊണ്ടുവരുന്നതിന് നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾക്ക് NDA മുന്നണിയിലുള്ള സഖ്യകക്ഷികളുടെയും കൂടി അനുവാദം വേണം. പക്ഷേ 2004 വാജ്പേയി ഗവൺമെൻറ്റിനേക്കാൾ ശക്തമാണിത്. അത്ര ദുർബലമല്ല. അന്ന് കുറച്ച് ദുർബലമായിരുന്നു. ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും NDA മുന്നണിക്കകത്ത് കുറച്ച് ദൗർബല്യങ്ങളുണ്ടായിരുന്നു. അത്ര മോശമല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു മാൻഡേറ്റ് ഉണ്ട്. പ്രധാനമായിട്ട് TDP ഒന്നും ഒരിക്കലും മാറുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഇത്രയും ആക്ഷേപങ്ങളൊക്കെ മോദിക്കെതിരെ പറയുമ്പോഴും 240 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായി മാറ്റുകയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് പാർലമെന്റിൽ അതെടുത്ത് പറഞ്ഞു അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ട് തന്നെ അത് നിർത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അധികാര സ്ഥാനത്തിരുന്നത്, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം ഇരുന്നപ്പോഴും തന്നെ ഒരു കൂട്ടുകക്ഷിയെ നയിച്ച സ്വഭാവം അദ്ദേഹത്തിനില്ല. കാരണം ബിജെപിക്ക് പിന്നിൽ അല്ലെങ്കിൽ വേറെ ഒരാളെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് വന്നു പോകും. ഈ വാജ്പേയിയെ പോലൊരു മെയ്വഴക്കമുള്ള ആളായിട്ട് ജനം കാണുന്നില്ല അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും പ്രവർത്തനങ്ങളും ഒക്കെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ അദ്ദേഹം എങ്ങനെ മെയ്വഴക്കത്തോടെ നയിക്കാനാവും? അതെ, അതൊരു പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ കോalition മാനേജ്മെൻറ്റ് വാജ്പേയിയുടെ സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചത് പ്രമോദ് മഹാജനാണ്, അന്നത്തെ വാജ്പേയി സഹായിച്ചു. ഇന്ന് അതുപോലെ ഫ്ലെക്സിബിളായിട്ട് ഒരാൾ ഇതിനിടയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മിക്കവാറും BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ തന്നെ മാറ്റം വന്നേക്കാം. കുറച്ച് പുതിയ കോalition മാനേജേഴ്സ് രംഗത്തിറങ്ങണം. അമിത്ഷായെ കൊണ്ട് ഇത് എത്രത്തോളം കഴിയുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം മോദിയെപ്പോലെ ഒരു റിജിഡ് പേഴ്സണാണ് അമിത്ഷാ. അപ്പോൾ അതുകൊണ്ട് യോഗിയെ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരണം. അത് നിതിൻ ഗഡ്കരിയാണോ മറ്റാരെങ്കിലും രംഗത്ത് കൊണ്ടുവരൂ. കാരണം കോalition എന്ന് പറയുന്നതിനകത്ത് മുന്നണി രാഷ്ട്രീയത്തിനകത്ത് കണക്കിൻ്റെ ബലത്തിൽ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ശക്തമായ മുന്നണികൾക്ക് സ്റ്റേബിൾ കോalition എന്ന് പറയും. അതിൽ തന്നെ മെജോറിറ്റി കോalition എന്നും സർപ്ലസ് മെജോറിറ്റി കോalition എന്ന് പറയും. ഉദാഹരണത്തിന് കേരളത്തിലെ ലെഫ്റ്റ് ഗവൺമെൻറ് ഒരു സർപ്ലസ് മെജോറിറ്റി കോalitionാണ്. പക്ഷേ പ്രശ്നങ്ങൾ എന്തുണ്ടായെന്ന് മനസ്സിലായല്ലോ. സർപ്ലസ് മെജോറിറ്റി കൊണ്ട് കാര്യമില്ല. അതേസമയം അച്യുതമേനോൻ്റെ 7 പേരടങ്ങുന്ന ഭൂരിപക്ഷമേ ഉള്ളൂ, നല്ലൊരു ഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എണ്ണത്തിലല്ല കാര്യം, അതെങ്ങനെ മാനേജ്. ഇപ്പോഴത്തെ എണ്ണം ദുർബലമാണ്. മറുവശത്ത് ഇന്ത്യ മുന്നണി പഴയതിനേക്കാൾ ഇന്ന് കോൺസെൻട്രേറ്റഡാണ്, കൺസോളിഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മാധ്യമശ്രദ്ധയും പൊതുമണ്ഡലത്തിൻ്റെ പിന്തുണയും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും. അതറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു NDA മുന്നണി കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും. വളരെ റിജിഡായിട്ടുള്ള അജണ്ടകൾ കൊണ്ടുവരാതെ നല്ല രീതിയിലുള്ള അജണ്ട കൊണ്ടുവന്ന് ഒരു ഗവേണൻസിന് പറ്റിയ നല്ല ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ. കാരണം ഈ രാജ്യത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിന് ഒരുപാട് ചെയ്യണം, ആരോഗ്യരംഗത്ത് ഒരുപാട് ചെയ്യണം, അടിസ്ഥാന വികസനത്തിൽ ചെയ്യണം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ചെയ്യണം, ദേശസുരക്ഷയുടെ കാര്യത്തിൽ ചെയ്യണം. ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തനം വേണം. ഇപ്പോൾ അഗ്നിവീറിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ നടപടി എടുക്കണമെന്ന് NDAയിലെ സഖ്യകക്ഷി പറഞ്ഞു. നല്ല കാര്യം. ജനതാദൾ U പറഞ്ഞത് വളരെ നല്ല കാര്യം. കാരണം പട്ടാളത്തിൽ കയറുന്ന ഒരാൾക്ക് ഒരു 20 വർഷമെങ്കിലും പട്ടാളത്തിൽ ജോലി ചെയ്യാൻ, 25 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ വേറെ എവിടെ പോകും? അവരെ വേറെ എവിടെ അതിലെ ലാഭനഷ്ടം നോക്കണ്ട. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം ഒരു സാധാരണഗതിയിൽ പട്ടാളത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരു 50 വയസ്സുവരെയെങ്കിലും നല്ല ആരോഗ്യം കാണും. 18 വയസ്സിൽ കയറുന്ന ഒരാൾക്ക് ഒരു 50 വയസ്സിൽ അതുവരെയെങ്കിലുള്ള സർവീസ് കൊടുക്കണം. അതുകൊണ്ട് അഗ്നിവീർ നിലപാട് മാറ്റാൻ നിർബന്ധിതമാകുമെങ്കിൽ നല്ല തീരുമാനമാകും. അപ്പോൾ ചുരുക്കത്തിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡായിട്ട് വെൽ ബിഹേവ്ഡായിട്ട് പെരുമാറാൻ
തയ്യാറാകണം. അതിനുവേണ്ടി ഈ സഖ്യകക്ഷികളുടെ സ്വാധീനം അദ്ദേഹത്തിലുണ്ടാകും. പക്ഷേ ഈ മുന്നണി രാഷ്ട്രീയത്തിലെ തിയറിയിൽ വേറൊന്ന് പറയുന്നുണ്ട്. ഈ ചില കക്ഷികൾ ഒരുപാട് അങ്ങോട്ട് സ്വാധീനിക്കും. അത് കൂടുതലാകുമ്പോൾ അതിന് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും. ബ്ലാക്ക് മെയിലിംഗ് പൊട്ടൻഷ്യൽ അതിപ്പം ആ നിലയ്ക്ക് വലിയ ബ്ലാക്ക് മെയിലിംഗ് പൊട്ടൻഷ്യൽ നിതീഷ് കുമാറിന്. രണ്ട് കാര്യങ്ങൾ. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയേക്കാൾ കൂടുതൽ അനുഭവ പരിചയമുള്ളവരാണ് ചന്ദ്രബാബു നായിഡു, ശരദ് യാദവ്. അതെ. അപ്പൊ അവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ആ ശരീരഭാഷയിൽ തന്നെ അദ്ദേഹം നല്ല വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അവരിൽ ഒരാളായി ഇരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മേൽക്കൈയുള്ള രണ്ടുപേരോടൊപ്പം പ്രവർത്തിക്കുന്ന മോഡി, അതാണ് മാറ്റം വന്നിരിക്കുന്നത്. അതെ, അതൊരു നല്ല മാറ്റമാണ്. അത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആവുകയാണ്, കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആവുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിനകത്ത് അക്കോമഡേഷൻ വേണം. ആ അക്കോമഡേഷൻ ഫെഡറലിസത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഡെമോക്രസി ശക്തിപ്പെടും, ഫെഡറലിസവും ശക്തിപ്പെടും. ആ നിലയ്ക്കുള്ള പ്രവർത്തനം ആവശ്യമാണ്. മതേതരത്വത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങൾ വരണം. സാമൂഹിക പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവരുന്ന മാറ്റങ്ങളാകാം. പക്ഷേ ഇങ്ങനെ ദൈവത്തിൻ്റെ പിറകെ പോകുന്ന ഒരു പുരോഹിതൻ്റെ ഒരു റോളിൽ നിന്ന് പ്രധാനമന്ത്രി മാറണം. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ, രണ്ട് പേഴ്സണാലിറ്റി. ഈ രണ്ട് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേഴ്സണാലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ഓവർ ദ പീരീഡ് നമ്മളെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വിധം സ്ട്രോങ് ആയി, കാലം കഴിഞ്ഞപ്പോൾ അത് സ്ട്രോങ് ആയി. പക്ഷേ പേഴ്സണാലിറ്റി ഫാക്ടറുണ്ട്. ആ പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നേരത്തെ ബയോളജിയുടെ കാര്യം പറഞ്ഞല്ലോ, ബയോളജിക്കൽ ആസ്പെക്ട്. അപ്പോൾ അത് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ പ്രധാനമന്ത്രി എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ശരീരഭാഷ, ഇതെല്ലാം പ്രധാനമാണ്. ഇപ്പോൾ ഒരാൾ ചായ വിൽക്കുന്നവൻ നിന്ന് കളിയാക്കിയപ്പോൾ മറുപടി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. ആ നിലയ്ക്ക് റിയാക്ട് ചെയ്യുന്നതിൽ സത്യമാണ്. പക്ഷെ അതിനപ്പുറം കൂടുതൽ ഈ ദൈവികമായ കാര്യങ്ങൾ, അത് മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയൊന്നുമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം പുതിയ പാർലമെന്റ് മുന്നിൽ പണിഞ്ഞു, അതിനുള്ളിൽ ഒരു ദണ്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി പൂജാരിമാരെ. അതെ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായപ്പോൾ അദ്ദേഹം ധ്യാനത്തിന് പോകുന്നു, തെക്കോട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് അത് അകന്നകന്ന് പോകുന്നു. തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്ന ഹിന്ദു ഐക്യം കൊണ്ടുവന്നുമില്ല. ഇതൊക്കെ ചെയ്തിട്ടും ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായില്ല. മറിച്ച് OBC കാസ്റ്റ് കമണ്ടൽ രാഷ്ട്രീയം ശക്തിപ്പെട്ടു, അല്ലേ? ക്ഷമിക്കണം, മണ്ഡൽ രാഷ്ട്രീയം കമണ്ടൽ രാഷ്ട്രീയത്തിനേക്കാൾ മുന്നിൽ വന്നു. അപ്പോൾ OBC പൊളിറ്റിക്സ് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് BJPക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചപ്പോൾ OBC സംഭാവന വലുതാണ്, പിന്നോക്ക വിഭാഗക്കാരെയും ദളിതരുടെയും സംഭാവന വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുത്വ ഒന്ന് ദുർബലപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ UP-യിൽ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? UP ഇത്രയും ശക്തമായ 20 കോടി ജനങ്ങളുള്ള അത്രയും വലിയ യൂറോപ്പിലെ 3 രാജ്യങ്ങളുടെ വലിപ്പം വരുന്ന സംസ്ഥാനം, അവിടെ എങ്ങനെയാണ് BJPക്ക് അടി വന്നിരിക്കുന്നത്? കാരണം രാമക്ഷേത്രം പണിഞ്ഞു, അയോധ്യയിൽ വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വികസന പദ്ധതികൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ സ്വന്തം ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ 1.5 ലക്ഷമായി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അവിടെ ഒരു വലിയ താരമായത് ശരിക്കും രാഹുലല്ല, അഖിലേഷ് യാദവാണ്. തീർച്ചയായും 37 സീറ്റുമായിട്ട് അഖിലേഷ് വരുന്ന വരവിനെ എങ്ങനെയാണ്? അതെ. ഇതില് BJP പ്രതീക്ഷിച്ച പല കണക്കുകൂട്ടലിലും തെറ്റിപ്പോയി. മോദി, യോഗി, രാം മന്ദിർ, ഈ കോമ്പിനേഷൻ BJPക്ക് കഴിഞ്ഞ തവണത്തെ 65 സീറ്റ് 68 സീറ്റ് വരെ കിട്ടും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു. അവിടെയാണ് പ്രധാന തിരിച്ചടി. കാരണം അവിടെ നഷ്ടപ്പെട്ട 35 സീറ്റാണ് BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ BJPക്ക് അവിടെ ഉണ്ടായ തിരിച്ചടിക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം 400 സീറ്റ് എന്ന് ആവശ്യപ്പെട്ടതിൽ നിന്ന് അപകടം തുടങ്ങി. 2004 ഇന്ത്യ ഷൈനിങ് പറഞ്ഞപ്പോൾ ഇത്തവണ 400 ബാർ എന്ന് പറഞ്ഞപ്പോൾ ആ 400 സീറ്റിൻ്റെ ഉദ്ദേശം ഭരണഘടന മാറ്റാനാണ്. ആ മാറ്റത്തിൽ കൂടി സംവരണം ഇല്ലാതാകും. പ്രധാനമായും ഇത് OBC വിഭാഗങ്ങളെയും മറ്റ് മുസ്ലിം വിഭാഗങ്ങളെയും വല്ലാണ്ട് ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. 2 സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തനത്തിലെ പ്രത്യേകത, അവർ ഇത്തവണ സ്ഥാനാർത്ഥികൾ നിർത്തിയതിനകത്ത് അത്ഭുതപ്പെട്ടു പോകും. ഏറ്റവും കുറച്ച് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് യാദവുകൾക്കാണ്. അവർ മുസ്ലിങ്ങൾക്കും മറ്റു വിഭാഗക്കാർക്കും അപ്പർ കാസ്റ്റുകാർക്ക് വരെ കൊടുത്തു. അതുകൊണ്ട് യാദവ് ഫാക്ടർ കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. ആ മെത്തേഡ് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ ഘടകമാണ്. അതെ, ഫൈസാബാദിൽ അവിടെ വിജയിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഇതിനോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം, ഈ രാമക്ഷേത്രം പണിതപ്പോൾ അതിന് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരുടെ ഭൂമിയെല്ലാം ഹോട്ടലിൻ്റെയും വ്യവസായത്തിൻ്റെയും പുതിയ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കണ്ട് നിസ്സാര വില കൊടുത്ത് അവരിൽ നിന്ന് വാങ്ങിയെന്നാണ് പറയുന്നത്.
അതിൽ അവിടെയുള്ളവർക്ക് വലിയ കടുത്ത അമർഷമുണ്ട്. അവർക്ക് റീഹാബിലിറ്റേഷൻ നടത്തിയിട്ടില്ല. അവർ നൂറ്റാണ്ടുകളായി ഈ ഹിന്ദു പുരാണങ്ങളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസമൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു അമ്പലങ്ങളൊക്കെ നടത്തി അതിൽ ജീവിക്കുന്നവരാണ്. അതവരുടെ തൊഴിലും പോയി, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരും ഇതിനെതിരായി വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുസ്ലിം യാദവ് കൺസോളിഡേഷൻ ഉണ്ട്, അതിനോടൊപ്പം സംവരണം നഷ്ടപ്പെടുന്നുള്ള ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിൽ എല്ലാ ബാക്ക്വേർഡ് കാസ്റ്റുകാരും മുസ്ലിങ്ങളും ഒന്നിച്ചു വന്നു. ഇതിനൊക്കെ പുറമെ മുസ്ലിം കൺസോളിഡേഷന് കൂടുതൽ കാരണമാക്കാനുള്ള പശ്ചാത്തലം വേറെ ഉണ്ടാക്കി. പിന്നെ ഈ ഭരണഘടന മാറ്റുമെന്നുള്ള ഭയം അത് എല്ലാ വിഭാഗത്തിനും ഉണ്ടായി. അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പിക്ക് 400 സീറ്റ് കൊടുക്കരുത് എന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ ബി ജെ പിയെ നശിപ്പിക്കാനല്ല, 400 സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 52% ശരാശരി വോട്ട് ഷെയർ കിട്ടിയ യു പിയിൽ പെട്ടെന്ന് വോട്ടങ്ങ് താമ്പം. അപ്പോൾ ചുരുക്കത്തിൽ അത് കംപ്ലീറ്റ് നെഗറ്റീവ് അല്ല. ഒരു വലിയൊരു ഭാഗം ഈ ബി ജെ പിയുടെ നടപടിക്കെതിരെയുള്ള ചിന്താഗതി അത് ഹിന്ദു മതത്തിൽ നിന്ന് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു കടുത്ത എക്സ്ട്രീം ഹിന്ദുത്വയ്ക്കുണ്ടായ ഒരു തിരിച്ചടിയാണ്. ഹിന്ദുത്വം എന്നുള്ള ആശയത്തിലല്ല, അതിൻ്റെ മിലിറ്റൻ്റായിട്ട് എക്സ്ട്രീം ഹിന്ദുത്വം, അങ്ങനെയുള്ള എക്സ്ട്രീം ഹിന്ദുത്വം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും മറുഭാഗത്തുള്ള കൺസോളിഡേഷനും ചുരുക്കത്തിൽ മണ്ഡൽ പൊളിറ്റിക്സിനെ ഒരു പുനർരീതിയിൽ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് കാസ്റ്റ് സെൻസസിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിന് ആ പൊളിറ്റിക്സിൻ്റെ റിവൈവൽ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ആവശ്യപ്പെട്ടു. അതെ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം രാജ്യത്ത് മുഴുവൻ അത് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ വാസ്തവത്തിൽ സംവരണം തുടരേണ്ടതാണ്. അത് ശാസ്ത്രീയമായ സംവരണം പദ്ധതികളും രാജ്യത്ത് ആവശ്യമാണ്. അതിലേക്കുള്ള ആരോഗ്യപരമായ ചർച്ചയ്ക്ക് അത് വഴിതെളിയിക്കട്ടെ. അവിടെ ഒരു ചോദ്യം കൂടെ യു പിയെ സംബന്ധിച്ച് വരുന്നുണ്ട്. യു പിയിലെ RSSന്റെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവർക്കുള്ള നീരസം പ്രകടമായി എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട്. അതെ, അത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവരുടേതുണ്ട്. പല സന്ദർഭങ്ങളിലും ഒരു ഉദാഹരണമായിട്ട് അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, അതായത് പ്രതിഷ്ഠയുടെ സമയത്ത് മോദിയോടൊപ്പം RSSന്റെ മേധാവി നിന്നത് ഒരു കാര്യസ്ഥനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു അംഗീകാരം അവിടെ കിട്ടുന്നില്ല എന്നാണ് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലായത്. ഈ നീരസമാണോ, എങ്ങനെയാണ്? അതും കൂടി അത് ആ ഫാക്ടർ കൂടി ഉണ്ട്. നദ്ദ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് RSS പിന്തുണ വേണ്ട എന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെ RSSൽ ഒരു ഭാഗം കാല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ RSSുമായിട്ട് അകന്നു എന്നുള്ളൊരു സത്യമാണ്. RSSന്റെ പഴയതുപോലെയുള്ള ഒരു ആത്മാർത്ഥ പിന്തുണ അദ്ദേഹത്തിന് ഇത്തവണ കിട്ടിയില്ല. അത് ബനാറസിൽ വാരണാസിയിൽ പോലും അത് വ്യക്തമാണ്. അതാണ് അവിടെ കണ്ടത്. അപ്പോൾ RSSൽ നിന്ന് ബി ജെ പി കുറച്ച് അകലുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ അത് ഇലക്ട്രൽ റീസൺസിനാകുന്നത് മനസ്സിലാക്കാം, പക്ഷെ പരസ്യമായിട്ട് അത് പ്രഖ്യാപിക്കുന്നത് അപകടമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ശ്രദ്ധിച്ചു കാണാം, RSS രംഗത്തേ ഇല്ലായിരുന്നു. പക്ഷേ കേരള പൊളിറ്റിക്സിൽ അത് ഗുണം ചെയ്തു. പക്ഷേ നാഷണൽ ലെവലിൽ മറിച്ചാണ്. ഇതാണ് അതിന്റെ പൊളിറ്റിക്സ് വ്യത്യാസം. അത് കേരളത്തിലെ RSS വിട്ടു നിൽക്കുകയും അതെ, ദേശീയ തലത്തിൽ RSSനെ ഒഴിവാക്കിയപ്പോൾ തിരിച്ചടി കിട്ടി. അല്ല, കേരളത്തിലായിട്ട് അവർ മാറി നിന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ മാറി നിൽക്കണമെന്നൊരു തോന്നലുണ്ടായി? അല്ല, ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ല. RSSന് 5000-ഓളം ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ്. പക്ഷേ ഈ RSSനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊണ്ടുവരുമ്പോൾ മറ്റു വിഭാഗത്തിലെ ആൾക്കാർക്ക് ഒറ്റപ്പെടലുണ്ടാകും, അവർക്ക് വിരോധം തോന്നും കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവരെ നിർജ്ജീവമാക്കുകയോ നശിപ്പിക്കുകയല്ല ചെയ്തത്, ക്യാമ്പയിൻ പാർട്ടി എടുത്തു, BJP എടുത്തു. ആ നിലയ്ക്ക് അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം BJP എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കാണ്, കുറച്ചുകൂടി ഫോർവേഡ് ലുക്കിംഗ് ആണ്, കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആണ്, കുറച്ചുകൂടി പ്ലൂറലാണ്. ആ വ്യത്യാസം RSSും BJP കേരളത്തിലെ കണ്ടീഷനിൽ അത് ദാറ്റ് സ്യൂട്ട്സ് വെരി വെൽ. യു പിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് മഹാരാഷ്ട്രയിലെ ഒരു വലിയൊരു ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പുലർത്തിയവരെയൊക്കെ ജനങ്ങള് നിഷ്പ്രഭരാക്കി അവിടെ നിർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്? അതെ, അടുത്ത UP കഴിഞ്ഞാൽ BJPക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിൽ തന്നെയാണ്. 48 സീറ്റുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഈ അവിടെയും സംവരണത്തിനൊരു പ്രശ്നമുണ്ട്. ഈ മറാത്ത സംവരണത്തെ ആദ്യം BJP എതിർത്തു. പക്ഷേ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വന്നപ്പോൾ അതിനോട് അനുകൂലമായൊരു തീരുമാനമെടുത്തു. അതൊരു ബ്ലണ്ടറായിപ്പോയി. കാരണം അതെടുത്തപ്പോൾ മറുവിഭാഗക്കാർക്ക് തോന്നി ഇനി ഞങ്ങളെ ഒറ്റപ്പെടുത്തും BJP. ആദ്യമേ എടുത്ത നിലപാടിൽ കൺസിസ്റ്റൻ്റായിട്ട് നിന്നാൽ അതൊരു സന്ദേശം കൊടുത്തേനെ. അപ്പം ചുരുക്കത്തിൽ മറാത്ത വിഭാഗക്കാരും മുസ്ലിങ്ങളും ചേർന്ന് മാമു എന്നാണ് MAMU ആ കോലിഷൻ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. ഒന്ന്. രണ്ട്, മറ്റൊന്നുമല്ല, ശരത് പവാറിനെ പോലെ വന്ധ്യവയോധികനായ ഒരു പരിണിതപ്രജ്ഞനായ നേതാവിനെ ഒഴിവാക്കി ആ പാർട്ടിയെ പിളർത്തിയ നടപടി
NCP ദുർബലമാക്കിയതും മറുവശത്ത് ശിവസേനയെ വിഭജിച്ചതുമെല്ലാം ഉദ്ധവ് താക്കറിനോടും ശരത് പവാറിനോടും അവിടുത്തെ ആൾക്കാർക്ക് സിമ്പതി തോന്നി എന്നുള്ളത്. പക്ഷേ എന്നാലും മഹാരാഷ്ട്രയിലെ വിജയം എന്നെ കുറച്ച് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനം നടന്ന ഒരു സംസ്ഥാനമാണ്, ഒരു ബിസിനസ് സ്റ്റേറ്റാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ ബോംബെ എക്കണോമിക് ക്യാപിറ്റലാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ റിസർവേഷൻ ഇഷ്യൂ വന്ന് ഇതിനെ അട്ടിമറിച്ചത്, ഈ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ അട്ടിമറിച്ചത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. കർഷകർ കറക്റ്റ്, അതും കൂടി ഇതിനകത്ത് പരിഗണിക്കണം തീർച്ചയായിട്ടും. കർഷക പ്രക്ഷോഭത്തോട് കാണിച്ച നിലപാട്, അതിൻ്റെ തിരിച്ചടി കുറച്ചൊക്കെ നമുക്കറിയാം. പഞ്ചാബിൽ കിട്ടിയിട്ടുണ്ട്, ഹരിയാനയിലും കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് മഹാരാഷ്ട്രയിലും സംഭവിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ പ്രധാനമായിട്ടും UP, മഹാരാഷ്ട്ര, ഇതാണ്. പഞ്ചാബ് നമ്മൾ പ്രതീക്ഷിച്ചാണ്, ഒരു അത്ഭുതമൊന്നുമില്ല. അല്ല, അവർ സീനിൽ ഇല്ലാതെ പോയി. അതായത് ഇനി രാഷ്ട്രീയത്തിൽ വലിയ കാര്യമായ റോളൊന്നും ഇല്ല എന്നുള്ള നിലയിലാണ് കെജ്രിവാൾ ജയിലിലേക്ക് പോയി. അതെ, കെജ്രിവാൾ 22 MP-മാരുണ്ടായിരുന്ന, അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിലായിട്ട് 22 MP മത്സരിച്ച പാർട്ടിയുടെ നേതാവ്. എങ്ങനെയാണ് കെജ്രിവാളിന്റെ ഒരു റോള്? അതെ, ഈ തെരഞ്ഞെടുപ്പിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കാരണം ആം ആദ്മി പാർട്ടിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായിട്ട് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അത് കാരണം ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും കോൺഗ്രസും ആപ്പും കൂടെ തമ്മിൽ മത്സരിച്ച സാഹചര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി മദ്യനയവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്, ഗോവയിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. ഡൽഹിയിലെ 7 സീറ്റും BJP തൂത്തുവാരി. ഇല്ലെങ്കിൽ തന്നെ ഡൽഹിയിൽ ശക്തമായ ഒരു ഗവൺമെൻറ് വേണമെന്ന് ഡൽഹിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഇതേ ജനം ആപ്പിന് വോട്ട് ചെയ്യും. പക്ഷേ പാർലമെൻറ്റ് വരുമ്പോൾ അവർ കേന്ദ്രത്തിനെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഒരു ആവേശവും കണ്ടില്ല എതിരായിട്ട്. അതിനെതിരെ വലിയ പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല. കാരണം അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് കുറച്ചുപേരെ അവിടെ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ആം ആദ്മി പാർട്ടിക്കുണ്ടായ തിരിച്ചടി. ആ നിലയ്ക്ക് തോൽവികളാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. 21 സീറ്റിൽ മത്സരിച്ചെങ്കിലും മിക്കയിടത്തും തോക്കാനാണ് സാധ്യതയുണ്ടായത്. അതിൻ്റെ ഒരു ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റി വേണം ആപ്പിനെ കാണാൻ. ഇനി ഭാവിയിൽ ഇനി ആപ്പ് ഇന്ത്യ മുന്നണിയിൽ തന്നെ കാണുമോ എന്നും നമുക്കറിയാൻ പറ്റില്ല. ഈ പൗരത്വ പ്രശ്നം ഒരു മുഖ്യ വിഷയമായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. മണിപ്പൂരിലെ 2 സീറ്റും കോൺഗ്രസിന് കിട്ടി. എങ്ങനെയാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിജയത്തെ? വടക്കിഴക്ക് എല്ലായിടത്തും കോൺഗ്രസിന് ജയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അരുണാചൽ പ്രദേശിൽ BJP ആണ് ജയിച്ചത്, ത്രിപുരയിൽ BJP ആണ് ജയിച്ചത്, ആസാമിൽ BJP ആണ് ജയിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ പൗരത്വ പ്രശ്നത്തിനകത്ത് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. മണിപ്പൂർ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. ആ പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ CAA അനുകൂലിക്കുന്ന വിഭാഗക്കാരെല്ലാം, ഉദാഹരണമായിട്ട് അവിടുത്തെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ബർമയിൽ, മയാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്നവരുടെ പ്രശ്നം അത് നമുക്കിവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. കാരണം ഈ സിക്കിമിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ഇവിടെ ബംഗാളിൽ നിന്ന് പോകുന്ന വഴിയുണ്ട്, ബാഗ്ദോഗ്ര. അവിടെ നിന്ന് നമ്മൾ ഇവിടത്തേക്ക് ഗാങ്ടോക്കിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ആ ഡാർജിലിംഗ് മേഖലയൊക്കെ വരുമ്പോൾ അറിയാം. കാരണം അവിടെ വരുന്ന ബംഗാളി പോപ്പുലേഷൻ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പോപ്പുലേഷനുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു പ്രാദേശിക പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ട് 2ആയിട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സിക്കിമിൽ BJPക്ക് തിരിച്ചടിയുണ്ടായി, മണിപ്പൂരിൽ തിരിച്ചടിയുണ്ടായി. എന്നാൽ അരുണാചൽ പ്രദേശിൽ അതുണ്ടായിട്ടില്ല. ഒഡീഷയിൽ, കുറച്ചുകൂടി ഈസ്റ്റിലാണ്, ഒഡീഷയിൽ വൻ വിജയം BJP നേടുകയും ചെയ്തു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ചില പ്രദേശങ്ങളിൽ BJPക്ക് തിരിച്ചടിയുണ്ടായി, എന്നാൽ പൂർണ്ണമായിട്ടുണ്ടായില്ല. ഇതുവരെ BJPക്ക് വളരാൻ കഴിയാത്ത ദക്ഷിണ മേഖലയിൽ വളരാൻ കഴിഞ്ഞു. ആസാമിൽ അധികാരം പിടിച്ചടക്കി, ആന്ധ്രയിലും നേട്ടമുണ്ടാക്കി, കേരളത്തിൽ വരെ സീറ്റ് കിട്ടി. തമിഴ്നാട് ഒഴികെ സൗത്ത് ഇന്ത്യ പ്രോജക്റ്റ് വിജയമാണ്. അതേസമയം ഈ പോളറൈസേഷൻ വന്ന മേഖലകളിൽ അത്ഭുതം ഉണ്ടാക്കിയത് ബംഗാളാണ്. BJP പ്രതീക്ഷിച്ചത് ഈ പോളറൈസേഷൻ BJPക്ക് ഗുണം ചെയ്യും. നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ബംഗാൾ, അതായത് BJP ശക്തമായി പ്രതിരോധിച്ച 2 സർക്കാരുകളാണ്. ഒന്ന് ബംഗാളിലേതും ഒന്ന് തമിഴ്നാട്ടിലേതും. അപ്പോൾ സ്റ്റാലിനും മമതയും ഇവരെങ്ങനെയാണ്, പ്രത്യേകിച്ച് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്? അതെ, അവിടെ ബംഗാളിൽ ശക്തമായ രീതിയിൽ മുസ്ലിം കൺസോളിഡേഷൻ മമതയ്ക്കുണ്ടായി എന്നുള്ളതാണ്. അത് അനുകൂലമുണ്ട്. അപ്പോൾ അതിന് മറുവശത്ത് ഒരു കൺസോളിഡേഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് BJP വിചാരിച്ചത്. BJP ഇപ്പോഴും അവിടുത്തെ പ്രതിപക്ഷ കക്ഷി തന്നെ. BJPക്ക് പരമ്പരാഗതമായ അവിടെ വലിയ ശക്തിയൊന്നുമില്ല. കഴിഞ്ഞ അസംബ്ലിയിലല്ലേ ഒരു പ്രധാന പ്രതിപക്ഷമായത്. പക്ഷേ അവിടെ ഇതിനോടൊപ്പം സന്ദേശ് ഖാലി,
ഈ സന്ദേശ് കാലിയിലെ പ്രശ്നവും CAA പ്രശ്നവും കൂടി ചേരുമ്പോൾ BJPക്ക് ഒരു വൻ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കണക്കൂട്ടൽ തെറ്റി. അവിടെ മമതയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിക്കുള്ള പിന്തുണ ശക്തിയായെന്നും പുറമെ ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാർ അവിടെ ഒരു ഫോഴ്സ് അല്ല. കാരണം ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണത് വേസ്റ്റാണ്. അതുകൊണ്ട് CPMനും കോൺഗ്രസിനും വോട്ട് ചെയ്തില്ല. BJPയെ ചെറുക്കാൻ എല്ലാവരും മമതയ്ക്ക് വോട്ട് ചെയ്തു. അതാണ് അതിൻ്റെ വിജയത്തിന് കാരണമാക്കിയത്. അത് പക്ഷേ അതിനകത്ത് BJPക്ക് ഒരു വലിയ ഷോക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ധ്രുവീകരണം സംഭവിച്ചിരുന്നെങ്കിൽ 10 സീറ്റല്ല, അവർ 18, കഴിഞ്ഞ തവണത്തെ 18, കുറഞ്ഞത് 18 or 20 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ബംഗാളിലുണ്ടായത്. പക്ഷേ പിന്നെ അവർക്ക് ആശ്വസിക്കാനുള്ളത് ബംഗാളിലെ വളർച്ച കഴിഞ്ഞ 10 കൊല്ലത്തെ വളർച്ചയാണ്. അവിടെ അതിനു മുമ്പ് സീറോ ആയിരുന്നു, നമുക്കറിയാവുന്നതാണ്. പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നും ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ടാണ് BJPയെ കണ്ടത്. പക്ഷേ അവിടെ അണ്ണാമലയെ നിർത്തി രാഷ്ട്രീയ സാഹചര്യം മാറ്റാനുള്ള വലിയൊരു ശ്രമമാണ് BJP നടത്തിയത്. AIADMK ഉള്ള സഖ്യം പുറത്താക്കിക്കൊണ്ടാണ്. പക്ഷേ BJPക്ക് ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ DMK, കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് ഈ സഖ്യത്തിന് അടുത്ത് വരാനുള്ള ശക്തിയൊന്നും അവിടെ ഇല്ല എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും BJPക്ക് ഒരു റെസിസ്റ്റൻസ് പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോഴും ആ നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്നുള്ള സ്റ്റിഗ്മ തമിഴ്നാട്ടിലെങ്കിലും BJPക്ക് ഇപ്പോഴും പേറുന്നുണ്ട്. അപ്പോൾ AIADMKയുടെ ചില നേതാക്കളൊക്കെ പറഞ്ഞ് ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് BJPക്ക് വരില്ല. പക്ഷേ AIADMK ഇറ്റ്സെൽഫ് ഹാസ് ഗോൺ ഡൗൺ. ജയിച്ചില്ല, ഒരിടവും ജയിച്ചില്ല. അതൊരു ക്ലീൻ സ്വീപ്പായിരുന്നു DMKക്ക്. പിന്നെ അവിടുത്തെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ട് എന്നുള്ളത്. പിന്നെ ഫെഡറലിസത്തിൽ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ തമിഴ്നാട് വരും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഡൽഹിയിലെ പല ഭരണത്തിൻ്റെ കാര്യത്തിലും DMKയുടെ സ്ട്രഗിളാണ് വരാൻ പോകുന്നത്. ആ DMK എങ്ങനെയാണ് ഈ മോദി ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം വരുന്നത്, അത് പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ വികസനത്തിൽ വലിയ താല്പര്യമുള്ള നമ്മുടെ കേരള രാഷ്ട്രീയമായിട്ട് വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള MPമാർ അവിടെ മന്ത്രിസഭാംഗങ്ങളായിട്ടുണ്ട്. അല്ല, BJP വാജ്പേയി ഗവൺമെന്റിൽ DMK ഉണ്ടായിരുന്നു, ഈ മോഡി സർക്കാർ ഒഴിച്ച് തന്നെ ഇത്തവണ ഭരണമില്ല. അപ്പോൾ അതിൻ്റേതായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായത്തിനെ കുറിച്ച് ആക്ഷേപങ്ങളും അത് ഉയർത്തുന്ന രാഷ്ട്രീയവും ഇനിയും ഉണ്ടാകാം. അപ്പോൾ അവിടെ വികസനം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ തമിഴകം ഒറ്റക്കെട്ടാണ്. അതിൽ വേറെ പൊളിറ്റിക്സ് ഒന്നുമില്ല. അക്കാര്യം വരുമ്പോൾ ഒരു ഒറ്റക്കെട്ടാണ്. പക്ഷേ ഇപ്പോൾ അവിടെ കണ്ടത് ഒരു ആൻറ്റി സെൻട്രൽ പൊസിഷനാണ്. അപ്പോൾ ഇനി ഫെഡറൽ റിലേഷൻ വരുമ്പോൾ തമിഴ്നാടും കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭരണകക്ഷിയും തമ്മിലുള്ള ബന്ധങ്ങൾ, NDA വേഴ്സസ് DMK, ആ പൊളിറ്റിക്സ് ആയിരിക്കും സൗത്ത് ഇന്ത്യയിൽ ഇനി കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നത്. കാരണം 37 MPമാരുള്ള DMK നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 37 MPമാർ വലിയ നമ്പറാണ്. അതേസമയം ചന്ദ്രബാബു നായിഡുവിന് 16, BJPക്ക് 4, ശരത് യാദവിന് 12. അതെ, അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ 38. അതെ. പക്ഷെ ഇവിടെ ഈ 37 പേരെ ജയിപ്പിച്ച് വിട്ടിട്ടും കേന്ദ്രത്തിൽ നിന്നൊരു അതാണ് കിട്ടാൻ പറ്റുന്നില്ല. അതെ. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം? നാളെ ഒരു കാലത്ത് NDA സഖ്യത്തിലേക്ക് DMK പോയില്ല എന്നിങ്ങനെ പറയാം. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും? എനിത്തിക്കാൻ ഹാപ്പൻ. ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളത് വാജ്പേയി ഗവൺമെൻറ്റിൽ DMK ഭാഗമായിരുന്നല്ലോ. ഇപ്പോൾ വികസനത്തിന് വേണ്ടി അങ്ങനെ ഒരു ചാട്ടം ചാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? കേരളത്തിൽ എപ്പോഴും പ്രതിപക്ഷത്തെ ജയിപ്പിച്ചു വിടുന്നു, വീണ്ടും പ്രതിപക്ഷത്തെ ജയിപ്പിച്ചു വിടുന്നു, ഒരു ഭരണപക്ഷ MP ഉണ്ടെന്നുള്ളത് മാത്രം. കേരളത്തിലെ രാഷ്ട്രീയം മാറുമായിരിക്കും. അല്ല, BJPക്ക് കേരളത്തിൽ ഇനിയും വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിലെ വികസനം കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് മോദി ഗവൺമെൻറ് കേരളത്തോട് സോഫ്റ്റ് ആയിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞ് കോൺഗ്രസ് വന്നാലും UDF വന്നാലും കേരളത്തോടൊരു അനുകൂലമായൊരു നിലപാട് മോദി എടുക്കും. കാരണം സുരേഷ് ഗോപി മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതോടൊപ്പം BJPക്ക് ഒരു വളർച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു ആൻറ്റി സ്റ്റേറ്റ് ആറ്റിറ്റ്യൂഡ്, പഴയ ചിറ്റമ്മ നയം കൊണ്ട് നടക്കില്ല. മോദി അങ്ങനെ കേരളത്തോട് ചിറ്റമ്മ നയം കാണിച്ചു എന്നല്ല പറയുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ ഉയർത്തിയ പരാതിയാണ് ചിറ്റമ്മ നയം. അത് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചപ്പോൾ. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്തുണ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ ശക്തമായിട്ട് വരുന്നത് കൊണ്ടും മോദി ഭരണം മൂന്നാമത് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടും കേരളത്തിൽ BJPക്ക് വളരണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നത് കേരളത്തിനോട് അവഗണന അങ്ങനെ കാണിക്കില്ല. പ്രത്യേകിച്ച് ഈ പൊട്ടൻഷ്യലായിട്ടുള്ള സ്കോപ്പ് അവിടെ വിത്തിട്ടല്ലോ, ഇനി വളരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അത് ഇരട്ട അക്കത്തിലുള്ള വോട്ടിംഗ് ശതമാനം 20% എത്തുക എന്ന് പറഞ്ഞത് മോശപ്പെട്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടൊരു ആൻറ്റി സ്റ്റേറ്റ് ആറ്റിറ്റ്യൂഡ് സെൻട്രൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന് മെച്ചമായിരിക്കുന്നതാണ് തോന്നുന്നത്. 10 വർഷം മുമ്പ് വരെ ദേശീയ രാഷ്ട്രീയത്തിലൊരു വർത്തമാനത്തിനും അധികാര സ്ഥാനത്തിനും ഒക്കെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലുള്ള ഭാവി എന്തായിരിക്കും? അതെ, ഇടതുപക്ഷത്തിൻ്റെ ദേശീയ തലത്തിലുള്ള ഭാവിയാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം
ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യത്തിന് പ്രസക്തി ഇല്ലാതായി എന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷത്തിന് ഇന്ത്യ മുന്നണിയിലുള്ള സ്കോപ്പ് എന്താണ്, സാധ്യത എന്താണ്, ഭാവിയിൽ ആ ബന്ധം എങ്ങനെ വർദ്ധിക്കും? ഇന്ത്യ മുന്നണിയിൽ തന്നെ നിൽക്കും, യാതൊരു തർക്കവുമില്ല. പക്ഷേ CPM-ൻ്റെ ദേശീയ സ്റ്റാറ്റസ് പോകാൻ സാധ്യതയുണ്ട്. 11 MP പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. CPIക്ക് നഷ്ടപ്പെട്ടു. CPM-ന് ഇപ്പോൾ 4 പേരേ ഉള്ളൂ. 2 വർഷത്തിനകം ഇതിൻ്റെ റിവ്യൂ വരും ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ CPM-ൻ്റെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസും ഇല്ലാതാകും. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലി ലെഫ്റ്റിന് CPM-നും ഇന്ത്യയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. 2004 മാത്രമാണ് ഒരു എക്സെപ്ഷൻ. അന്ന് 61 MP ഇടതുപക്ഷത്തു നിന്നുണ്ടായിരുന്നു, എല്ലാ പാർട്ടികളിലും. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ ആദ്യത്തെ പാർലമെൻറ്റിൽ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, AK ഗോപാലന് പ്രതിപക്ഷ നേതാവാകാൻ നെഹ്റു താല്പര്യപ്പെട്ടതും അത്തരമൊരു. പക്ഷേ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് പോകുമ്പോൾ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന അപജയങ്ങൾ, അന്തർദേശീയ തലത്തിലുള്ള അപജയങ്ങൾ അത് ഇടതുപക്ഷത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലും അതേ വെല്ലുവിളി വരുന്നു. കാരണം ഒതുങ്ങി വന്ന് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി മാറി. കാരണം ത്രിപുരയില്ല, ബംഗാളില്ല, പിന്നെ എവിടെയാണ് ലെഫ്റ്റ് ഉള്ളത്? കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു ആത്മപരിശോധന നടത്തണം. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം മാറ്റിയെടുക്കണം. സമാധാനം വേണം, നിയമവാഴ്ച വേണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കണം, അഴിമതി അങ്ങേയറ്റം കുറയ്ക്കണം, ആരോഗ്യരംഗത്തും വികസന രംഗത്തും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാൽ മാത്രമേ CPM-നും ഇടതുമുന്നണിക്ക്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനും കേരളത്തിനൊരു സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് മറുവശത്ത് 2 ശക്തമായ ഫോഴ്സസ്, ഒന്ന് UDF, മറ്റൊന്ന് നാഷണൽ ലെവലിൽ പവർഫുള്ളായിട്ടുള്ള NDA. അപ്പോൾ ഇത് ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ ആത്മപരിശോധന നടത്തേണ്ടതും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും ഇടതുപക്ഷമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും.